Hello guys, good evening. So respiration in plants എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോപ്പയിൽ ഡോപ്പ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുള്ളതായിട്ട്. അപ്പോൾ ജസ്റ്റ് ഡോപ്പയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് സീരീസിൽ ഇന്നലെ ആയിരുന്നു റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ബേസിക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് യു നോ ദാറ്റ് തിങ്, അടുത്ത എക്സാം ടെസ്റ്റ് സീരീസിൽ വരാനുള്ളത് ഹൈഡ്രോ കാർബൺ ആണ്. അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ഹൈഡ്രോ കാർബണിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഇന്നലെ നടന്ന ഡോപ്പ ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. സോ വെൽക്കം ടു ദിസ് സെഷൻ. സോ ആരൊക്കെ വന്നിട്ടുള്ളത്? ഫാത്തിമത്തു സഫ, ഹായ്. സോ എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ടിരിക്കുക, ഒന്ന് ചില്ലായിട്ടിരിക്കുക. എല്ലാവരും ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞു നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സാധനത്തിലേക്ക് നമുക്ക് ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു, നമ്മുടെ ഇന്നലത്തെ ടെസ്റ്റിൻ്റെ വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ ദേ സ്കോർഡ് ഫുൾ മാർക്ക്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെസ്പിറേഷൻ പ്ലാന്റ്സ് പറയുന്ന ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററിൽ 80 മാർക്ക് മേടിച്ചിട്ടുള്ള 3 മിടുക്കന്മാരുള്ളത്. മിടുക്കന്മാരും മിടുക്കികളും അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശിവാനിയാണ്. ആൻഡ് ശിവാനി ഈസ് എ നോൺ ഡോപ്പ സ്റ്റുഡൻറ്റ്. ഐ ഹോപ്പ് നമ്മുടെ ഡോപ്പയിൽ പ്രത്യേകിച്ച് ബാച്ചുകളിലൊന്നും ആടാവാത്ത ഒരു കുട്ടിയാണ് ശിവാനി. ശിവാനി സ്കോർഡ് ഫുൾ മാർക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. കാരണം ഔട്ട് ഓഫ് ഡോപ്പ സ്റ്റുഡൻസ് നമ്മുടെ എക്സാം വന്ന് എഴുതി അതിനകത്ത് ടോപ്പ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴാണെങ്കിലും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ഇത് കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ നമ്പർ ആയിട്ടുള്ള 9048292200 ശിവാനി എന്തായാലും കോൺടാക്ട് ചെയ്യണം. ശിവാനി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി വിൽ ബി സെൻഡിങ് യു ദ ഗിഫ്റ്റ്. ഉറപ്പായിട്ട് ഗിഫ്റ്റുകൾ തരുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ശിവാനിയോടൊപ്പം തന്നെ 2 ഡോപ്പ സ്റ്റുഡൻറ്റ് ഫുൾ വാങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ഓൺലൈൻ ബാച്ച് 4ൽ നിന്നുള്ള പ്രത്യുഷാണ്. രണ്ടാമത്തേത് എയിംസ് ഗേൾസ് ബാച്ചിൽ നിന്നുള്ള സനയാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത്. സോ ഇവർക്ക് 3 പേർക്കും ഒരുപോലെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ റെസ്പിറേഷൻ പ്ലാൻസിലേക്ക് പോവാം. ആൻഡ് ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു അബൌട്ട് നമ്മുടെ ഡോപ്പ നീറ്റിൻ്റെ മെന്റർഷിപ്പ് വാട്സ്ആപ്പ് ചാനലിനെ പറ്റിയിട്ട്. ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി കം ടു ദാറ്റ് വാട്സ്ആപ്പ് ചാനൽ. വാട്സ്ആപ്പ് ചാനലിൽ റെഗുലർ ആയിട്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനുള്ള മോട്ടിവേഷനും, മിക്കവാറും എല്ലാവർക്കും വേണ്ട സാധനം മോട്ടിവേഷൻസ് ആണ്. എന്താ മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രൂപത്തിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് നിങ്ങൾക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്താൽ മതിയോ, വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ട് പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ സാധനത്തിലും ഞാൻ നേരെ മുകളിൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്പർ 9048292200 എന്നുള്ളതാണ് ഡോക്ടർ ആഷിഖ്, എൻ്റെ സ്വന്തം പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വിളിച്ചാൽ കിട്ടാൻ പാടാണ്. ബട്ട് സപ്പോസ് ഇഫ് ഞാൻ അവൈലബിൾ ആണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനും പറ്റുന്നുണ്ടാവും. പക്ഷേ വാട്സാപ്പിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് കൃത്യമായിട്ട് ഈ ചാനൽ വഴിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഇത് തരുന്നുണ്ടാവും. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്ന കാര്യം കൂടെ ഓർക്കുക. ആൻഡ് അനദർ തിങ്, 2 days to go. 2 ദിവസം കൊണ്ട് വി വിൽ ബി ഓൺ 9th തേഴ്സ്ഡേയിൽ നമ്മുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്ററാണ്. യുനോ അതിൻ്റെ ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. ആൻഡ് 10th ദർ വിൽ ബി ഡിസ്കഷൻസ് ഫോർ ഹൈഡ്രോ കാർബൺ. ഡെഫിനറ്റ്ലി ഹൈഡ്രോ കാർബണിൻ്റെ ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ടാവും. സോ അതിലേക്ക് നമുക്ക് ജോയിൻ ആവാം. സോ ഈ ഒരു എക്സാമിൻ്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉറപ്പായിട്ടും മറന്നു പോരുത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നോ ഇറ്റ് ഇസ് എ ബയോളജി ചാപ്റ്റർ. റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്നുള്ളത് ഒരു ബയോളജിയുടെ ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം തന്നെ അതിൻ്റെ ഡിസ്കഷൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തീർക്കാം. ആൻഡ് വി വിൽ ബി ഗോയിങ് ടു സമ്മറൈസ് ദിസ് തിങ്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് വന്നത്, ഇതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് പടപടപടപടാന്ന് പറഞ്ഞു പോയാലോ. ബിക്കോസ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ. ഉറപ്പായിട്ടും ഇതിൻ്റെ ഉത്തരങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്നുള്ളതാണ് അല്ലേ. സോ പക്ക NCERT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേസിക് എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോർ യു. പെട്ടെന്ന് പറഞ്ഞോ. ക്വസ്റ്റ്യൻ നമ്പർ 1, സൂക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ബൈ ദ എൻസൈം. ഇത് നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ പണ്ടുണ്ടായിരുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. പണ്ടുണ്ടായിരുന്ന ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ സ്ഥിതിയിൽ ഇത് മാത്രം അവർക്ക് ആൻസർ ഉണ്ടാവുക. നോക്കിക്കോ, നമുക്കറിയാൻ പറ്റും സൂക്രോസ് ഈസ് കമ്പോസ്ഡ് ബൈ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇത് ഡൈജഷനിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അതിന് ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ആരാ പറഞ്ഞ ഉത്തരം പറഞ്ഞു? പെട്ടെന്ന് പടപടപടപടാന്നൊന്ന് പറഞ്ഞു തരുമോ ഏതാ സാധനം എന്നുള്ള കാര്യം? സൂക്രോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഇതിൻ്റെ ഉത്തരം ഏതാണെന്നറിയോ? ഇതിൻ്റെ ഉത്തരം NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെസ്പിറേഷൻ പ്ലാൻസ് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ലൈക്ക് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ദിസ് ഈസ് ഡയറക്ട്ലി ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് സൂക്രോസിനെ ഇത് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തുടങ്ങുന്ന സമയത്ത് പ്ലാന്റ്സ് ഗ്ലൈക്കോളിസിസ് ചെയ്യുന്നത് സൂക്രോസിൽ നിന്നാണ്. സൂക്രോസിന് ആദ്യം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റിയതിന് ശേഷമാണ് തുടങ്ങുക എന്ന് പറയുന്ന സ്ഥലത്ത് NCERTയിൽ പറഞ്ഞു പോയിട്ടുള്ള സാധനമാണ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട് ഇൻവെർട്ടേസ് എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും വിൽ ബി ഗിവിംഗ് ലൈക്ക്. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് 20 ചോദ്യം ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റും.
പറ്റും ആൻഡ് വിൽ ബി ഗോയിങ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സാധനത്തിന് ഉത്തരം കിട്ടുന്നുണ്ടാവും. സോ കോ ഫാക്ടർ റിക്വയർഡ് ഫോർ ദ പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന സാധനം. പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് എവിടെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, പൈറുവിക് ആസിഡ് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് എൻഡിൽ കിട്ടുന്ന പൈറുവിക് ആസിഡിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, നമ്മൾ അസറ്റൈൽ കോഎൻസൈമെ ആക്കി മാറ്റുന്ന ഒരു സാധനമുണ്ട്. ആ സാധനത്തിന് ലിങ്ക് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. അവിടെയാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ഉണ്ടാവുക. NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് സാധനം ഈസ് നോട്ട് മഗ്നീഷ്യം. Mg2+ ആണ് അവിടുത്തെ കോ ഫാക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. NCERT-നകത്ത് അവിടെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. Mg2+ ആണ് അവിടെ നടക്കുന്നുണ്ടാവുക, കോ ഫാക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. NCERT-യുടെ ടെക്സ്റ്റ് ബുക്ക് കാണാം, യു വിൽ ബി സീയിങ് ദിസ് ആൻസർ ദെയർ. സോ അത് കാണിച്ചു തരണോ? വേണ്ട, നമുക്ക് ഇത് പോയി കഴിഞ്ഞിട്ട് ഐ വിൽ ബി ടീച്ചിങ് യു ദ എൻറ്റയർ ചാപ്റ്റർ ഇൻ ജസ്റ്റ് 30 minutes. 30 minutesനകത്ത് ഐ ഹാവ് സംതിങ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കാൻ പറ്റും, ഇതിന്റെ കാര്യം എന്താണെന്നുള്ളത് നോക്കാം. സോ ദ മഗ്നീഷ്യം ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ആൻഡ് മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിസ്റ്റം, അത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ പറഞ്ഞു തരുന്നതിന് മുന്നേ ഈ ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞു തന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടാവുക. അതിന്റെ കോംപ്ലക്സ് 3ന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോംപ്ലക്സ് 3ന്റെ പേര് ഡെഫിനറ്റ്ലി എന്താ പേര്, ആരാ പറഞ്ഞു തരാം? ആ കോംപ്ലക്സ് 3ന്റെ പേര് എന്താണെന്നുള്ള കാര്യം, കോംപ്ലക്സ് 3ന്റെ പേര് ഇറ്റ് ഈസ് നോൺ ആസ് സൈറ്റോക്രോം B-C1 കോംപ്ലക്സ് എന്നാണ് അതിൻ്റെ പേര്. സൈറ്റോക്രോം B-C1 കോംപ്ലക്സ് എന്നുള്ളതാണ്. സോ എത്ര കോംപ്ലക്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4 4 കോംപ്ലക്സുകളുണ്ട്. ഒന്നാമത്തെ പേരാണ് NADH ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന പേര്. രണ്ടാമത്തെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. മൂന്നാമത്തെ പേര് ഈ കാണുന്നതാണ് സൈറ്റോക്രോം B-C1 കോംപ്ലക്സ് ആണ്. നാലാമത്തെ പേര് സൈക്ലോസോം C ഓക്സിഡേസ് എന്നാണ് പേര്. ഇത് എന്തുകൊണ്ട് പേര് വന്നു, ഇത് കാണാതെ പഠിക്കേണ്ട സാധനമാണോ? ഒരിക്കലും അല്ല, ഇതിനൊരു ലോജിക് ഉണ്ട്. സോ സപ്പോസ് ആ ലോജിക് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ലെറ്റ്സ് ഗോ ദിസ് തിങ്. ആ നാലാം സാധനം, ഇൻ ഈച്ച് ATP പ്രൊഡ്യൂസ്ഡ് ഹൗ മെനി ഹൈഡ്രജൻ, അതായത് F0 F1 പാർട്ടിക്കിളിൽ കൂടി ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സ് 5ന്റെ ഉള്ളിൽ കൂടി എത്ര ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോഴാണ് ഒരു ATP ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ആൻസർ ഈസ് വെരി സിമ്പിൾ. NCERT-യുടെ ഉള്ളിൽ ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട്. എത്ര എണ്ണം പാസ് ചെയ്യുമ്പോഴാണ്? 4 ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോഴാണ് ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഹൈഡ്രജൻ ആണ് പാസ് ചെയ്യേണ്ടത്. ആൻഡ് ഫാറ്റി ആസിഡ്സ് റെസ്പിറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഫാറ്റുകൾ റെസ്പിറേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ വെച്ച് യൂസ് ചെയ്യുന്ന പറയാ, ദാറ്റ് വിൽ ബി ക്ലബ്ഡ് അറ്റ് ദ ലെവൽ ഓഫ് വാട്ട്, അസറ്റൈൽ കോഎൻസൈമയുടെ ലെവലിലാണ് അത് ക്ലബ് ചെയ്യുന്നുണ്ടാവുക. 5ാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം കണ്ടോട്ടോ. 6ാമത്തെ ചോദ്യം, വെൻ ദ പ്രോട്ടീൻസ് ആർ റെസ്പിറേറ്ററി കോഷ്യന്റ്, ഇതിന്റെ ഉത്തരം ആര് പറഞ്ഞു നോക്കട്ടെ. പ്രോട്ടീൻസ് യൂസ് ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി കോഷ്യന്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾഡ് പെർ എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്നാണ് പറയുക അല്ലേ. ഇതിനൊക്കെ ഡീറ്റെയിലേക്ക് നമുക്ക് പോട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് കോമ്പി റൂം ക്ലാസ്സുകൾ വരാനുണ്ട്. സോ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തരാം. ഇതിന്റെ ആൻസർ വരുന്നത് 0.09 എന്നാണ്, 0.9 എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓപ്ഷൻ 3 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ആൻഡ് 7th ക്വസ്റ്റ്യൻ, മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എവിടെ ഉണ്ടാവുക വെച്ചാൽ, യു നോ ദാറ്റ് തിങ്, മൈറ്റോകോൺട്രിയ വിൽ ബി ഹാവിംഗ് ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാവും, ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ആൻഡ് അതിന്റെ ഉള്ളിൽ ഒരു മെംബ്രെയിൻ ഉണ്ടാവും, ഇങ്ങനെ ഫോൾഡിങ്സ് ഉണ്ടാവുന്ന സാധനം അല്ലേ, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഇതിനകത്ത് എവിടെയാണ് നമ്മുടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഉത്തരം. ഈസ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിനിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടാവുക. ആൻഡ് 8th ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോകട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് മേക്സ് എ ഡയറക്റ്റ് യൂസ് ഓഫ് ഓക്സിജൻ? ഓക്സിജൻ ഡയറക്ട്ലി യൂട്ടിലൈസ് ചെയ്യേണ്ട എവിടെയാണ്? ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ വേണ്ട, ഫെർമെന്റേഷൻ അനൈറോബിക് ആണ്, ക്രെബ് സൈക്കിളിൽ ഓക്സിജൻ വേണ്ട. ഓക്സിജൻ ഡയറക്ട്ലി യൂട്ടിലൈസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന 4ാമത്തെ പ്രോസസ്സിലാണ് നടക്കുന്നുണ്ടാവുക. സോ ഡെഫിനറ്റ്ലി നോക്കുക, ഇതാണ് സാധനം ഉണ്ടാവുക. ആൻഡ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് പടപടാന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണെന്നറിയോ, ഇത് നമുക്ക് അടുത്ത സാധനത്തിലേക്ക് അടിപൊളിയായിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ഇവിടെ നോക്കിയിരുന്നോ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരേ സമയത്ത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് നടക്കുന്നുണ്ട്, ഫോസ്ഫോറൈലേഷൻ ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ 4th ഓപ്ഷൻ നോക്കുക, ഫോർമേഷൻ ഓഫ് ATP ബൈ എനർജി റിലീസ് ഫ്രം ഇലക്ട്രോൺസ് റിമൂവ്ഡ്. നമുക്കറിയാം അല്ലേ, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഏത് ചാപ്റ്ററിൽ പഠിച്ചതാണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോണിന്റെ ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക, ഓക്സിഡേഷൻ എന്ന് വിളിക്കുക. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നുണ്ടാവുക, അതിന് വിളിക്കുന്ന പേര് റിഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓയിൽ റിഗ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഓയിൽ റിഗ് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓയിൽ എവിടെ പഠിച്ചത്? റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചതാണ്. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓയിൽ റിഗ്, അത് ഓർത്തില്ലേ? സോ അതേപോലെ ഓർത്തിരിക്കുക. ആൻഡ് 10ാമത്തെ, എയറോബിക് റെസ്പിറേഷൻ പാത്വേസ് അപ്രോപ്രിയേറ്റ്ലി ടൈംഡ് ആസ്. നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ചില കോമ്പൗണ്ടുകൾ ബിൽഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കി മാറ്റുന്നുണ്ടാവും, പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നുണ്ടാവും. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കുന്നുണ്ടാവും, അത് വെച്ചിട്ട് എന്തുണ്ടാക്കും, അസറ്റൈൽ കോഎൻസൈം A ആക്കുന്നുണ്ടാവും. ഇതേ അസറ്റൈൽ കോഎൻസൈം
എൻസൈമിനെ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഫാറ്റ് ബിൽഡ് ചെയ്യാനും പറ്റും. സോ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അതേ പാത്വയിൽ നിന്നാണ് ഫാറ്റ് ബിൽഡ് ചെയ്യുന്നത്. സോ ബിൽഡിംഗ് നടക്കുന്നുണ്ട്, ബ്രേക്ക് ഡൗണും നടക്കുന്നുണ്ട്. രണ്ടും നടക്കുന്നത് കൊണ്ട് ഈ പാത്വേനെ വിളിക്കുന്നത് ആംഫിബോളിക് പാത്വേ എന്നാണ് പറയുക. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ആംഫിബോളിക് പാത്വേ. വാട്ട് ഈസ് ആംഫിബോളിക് പാത്വേ? അതിനകത്ത് ഡിസ്ട്രക്ഷൻ അഥവാ കാറ്റബോളിസം നടക്കുന്നുണ്ടാവും, ബിൽഡിംഗ് അഥവാ ആനബോളിസം നടക്കുന്നുണ്ടാവും. രണ്ടും നടക്കുന്നതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നുണ്ടാവും. അധിക സമയത്തിലേക്ക് പോകുന്നില്ലേ, നമ്മളിപ്പോൾ തീർത്തിട്ട് അതിൻ്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം കണ്ടിന്യൂസ്ലി. ബിക്കോസ് വി ഹാവ് 3 മേജർ പ്രോസസ്. വൺ ഈസ് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. 3 സാധനം അടിപൊളിയായിട്ട് 10 മിനിറ്റ് കൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് ഈ സാധനം പറഞ്ഞു തരുന്ന വേറെ സാധനം ഉണ്ടാവില്ല. ഐ ഹാവ് വീഡിയോസ് ഫോർ ദിസ് തിങ്. ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വീഡിയോ സാധനങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ദ ഓവറോൾ ഗോൾ ഓഫ് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ ആൻഡ് അത് അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. 11 ക്വസ്റ്റനായി. ഈ 11 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ 10 ക്വസ്റ്റ്യനിൽ എനിക്ക് അറിയാൻ പറ്റും സംബടി നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളിൽ കുറേ ആൾക്കാർക്ക് എന്തുണ്ടായിട്ടുണ്ടാവും? ചില കൺഫ്യൂഷൻസ് ഓഫ് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ ലെറ്റ് us സോൾവ്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചതിന് ശേഷം, ഇതിൻ്റെ തിയറി പോർഷൻസ് ഒന്ന് പഠിച്ചതിന് ശേഷം ലെറ്റ് us ഗോ ആൻഡ് ലെറ്റ് us ഡിസ്കസ് ദിസ് തിങ്. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ മക്കൾ നിങ്ങൾ എവിടെയാണ് കുടുങ്ങി പോവുക, എന്തിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക എന്നുള്ള കാര്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് പറഞ്ഞിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എവിടെയാണ് തുടങ്ങുക എന്നുള്ള കാര്യം. കാരണം ഈ ചാപ്റ്റർ തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് വന്നിട്ട് എന്താക്കും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കും. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് G6 ഫോസ്ഫേറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകും. ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ആവും. അങ്ങനെയല്ല പറയാ, ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും ഇല്ലേ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും എന്താ പറയുന്നുണ്ടാവുക? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് ആയിട്ട് സ്പ്ലിറ്റ് ആവും. പിന്നെ അത് ഇങ്ങനെ താഴ്ത്തു പോകുന്ന കുറേ റിയാക്ഷൻസ്. ബേസിക്കലി എല്ലാവരും മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ. ദിസ് ഈസ് ദാറ്റ് തിങ് നിങ്ങൾ പറയേണ്ട സാധനങ്ങൾ. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിലാണ്. ആൻഡ് ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഡോണ്ട് ബൈ ഹാർട്ട് ദിസ്. ഇത് ബൈ ഹാർട്ട് ചെയ്യണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഡോണ്ട് ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ് തിങ്. അങ്ങനെ തന്നെ പറയാം, ഡോണ്ട് ജസ്റ്റ് ബൈ ഹാർട്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്യുന്നതിലല്ല റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സംഗതി കിടക്കുന്നുണ്ടാവുക. റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് മോർ ദാൻ ദിസ് ഗ്ലൈക്കോളിസിസ്, മോർ ദാൻ ദിസ് ക്രബ് സൈക്കിൾ. ക്രബ് സൈക്കിളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം അസറ്റൈൽ കോയിൻസൈം, പൈറുവിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോയിൻസൈമേ ആക്കി മാറ്റും. അത് ഓക്സാലോഅസറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു സിട്രിക് ആസിഡ്. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു ആൽഫ കീറ്റോഗ്ലൂട്ടാരിക് ആസിഡ്. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു സക്സീനൈഡ്. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഫ്യൂമറേറ്റ്. ഫ്യൂമറേറ്റ് വിൽ ബി മാലേറ്റ്. മാലേറ്റ് വിൽ ബി ഓക്സാലോഅസറ്റേറ്റ്. സോ ഇങ്ങനെ പോകുന്ന ഒരു സൈക്കിൾ ഉണ്ട്. ആൻഡ് ഇവിടെ ഓരോ സ്റ്റെപ്പിലും പല സാധനങ്ങളും നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും, ചില സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും? NADH പ്രൊഡ്യൂസ് ചെയ്യും, ചില സ്ഥലത്ത് NADH പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ സാധനത്തിലേക്ക് ഒന്നും നോക്കണ്ട. സോ ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിനകത്ത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാണ്ട് പഠിക്കണ്ട. നിങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഡോണ്ട് ഹൗ ടു സ്പെൻഡ് ടൈം. ഡോണ്ട് സ്പെൻഡ് ടൈം ഹിയർ. ഇത് പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യരുത്? ടൈം സ്പെൻഡ് ചെയ്യരുത്. ഇത് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. സോ നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് പറഞ്ഞോ. നിങ്ങൾ ആ ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം പറഞ്ഞു തരുമോ? എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരാമെങ്കിൽ ഞാൻ ദാ ഇവിടെ നിന്നിട്ട് അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി നൈസ് തിങ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് വെയർ ദ ബയോളജി ലീവ്സ്. ബയോളജി ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും ജീവിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോണത്. സോ ഈ സാധനം ബൈഹാർട്ട് ചെയ്ത് ഇത് കാണാതെ പഠിച്ച് മഗ്ഗപ്പ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കഷ്ടപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനം മനസ്സിലാക്കിയെടുക്കണം. സോ ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് മുന്നോട്ട് പോട്ടെ. ക്യാൻ ഐ ഗോ? ആർ യു റെഡി ഗൈസ്? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആണോ എന്നുള്ള ആലോചിച്ച് നോക്കിയേ. സോ ബേസിക് സാധനം ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. നമുക്ക് ഓരോ സാധനങ്ങളായിട്ടൊന്ന് പറഞ്ഞു കേട്ടോ. ഫ്രം ദ റൂട്ട് ബേസിക്സ് നമുക്കൊന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ റെസ്പിറേഷൻ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? നമുക്കറിയാം റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് പ്ലാന്റ്സ്. റെസ്പിറേഷൻ ഇൻ സെൽസ്. ബേസിക്കലി ഇറ്റ് ഈസ് എല്ലാ സെല്ലിലും. ഇപ്പോൾ എൻ്റെ ബോഡിയുടെ സെല്ലിലും നിങ്ങളുടെ ബോഡിയുടെ സെല്ലിലും പ്ലാന്റിൻ്റെ ബോഡിയുടെ സെല്ലിലും മണ്ണിരയുടെ ബോഡിയുടെ സെല്ലിലും അത് അമീബയുടെ ബോഡിയുടെ സെല്ലിലും എല്ലായിടത്തും നടക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് എവറി സെൽ, എവറി യൂക്കാരിയോട്ടിക് സെൽ, ഇറ്റ് ഈസ് ഓൾ ദ സെയിം പ്രോസസ്സാണ് നടക്കാൻ പോണത്. സോ വാട്ട് ഈസ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
ശ്വാസം വലിച്ച് പുറത്തേക്ക് ഊതുന്നതിനാണോ റെസ്പിറേഷൻ എന്ന് വിളിക്കുക? അല്ല. ബേസിക്കലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫോർമേഷൻ ഓഫ് എനർജി. എന്താ പറയുക? ഫോർമേഷൻ ഓഫ് എനർജി. എനർജി ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? റെസ്പിറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതിനോ ദാറ്റ് ഈസ് നോൺ ആസ് ബ്രീത്തിങ്. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ പേര് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് റെസ്പിറേഷൻ എന്നല്ല. അവിടെ നമ്മൾ റെസ്പിറേഷന് വേണ്ടി ബ്രീത്തിങ്ങിന് ഉപയോഗിക്കുന്ന ഓർഗൻസിനൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ പേര് ബ്രീത്തിങ് എന്നാണ്. ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുന്നതിന് വിളിക്കുന്ന പേര് ബ്രീത്തിങ്. സോ ഇവിടെ പഠിപ്പിക്കുന്ന സാധനം എന്താ? റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് എനർജി പ്രൊഡക്ഷൻ. റെഡി ആണോ മക്കളെ? ആർ യു റെഡി? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇത് റെഡി ആണോ? എനർജി പ്രൊഡക്ഷൻ ആണെന്നുള്ള കാര്യം സമ്മതിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞോ, എനർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എനർജി എന്ന് പറഞ്ഞാൽ ATP. ATP അല്ല എനർജി. ATPനെ നമ്മുടെ ബോഡിയിൽ എന്തെന്നാ വിളിക്കുക? എനർജി കറൻസി ഓഫ് ദ സെൽ. നമ്മുടെ ബോഡിയുടെ സെല്ലിന്റെ എനർജി കറൻസി എന്നാണ് എന്തിനെ വിളിക്കുന്നുണ്ടാവുക? ATPനെ വിളിക്കുന്നുണ്ടാവുക. സോ എനർജി കറൻസി ഓഫ് ദ സെല്ലാണ് നമ്മുടെ ബോഡിയിലുള്ള ATP ഫോം ചെയ്യണം ആണല്ലോ അല്ലേ? എവിടെ നിന്ന് ATP ഫോം ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്. ബേസിക് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ട്. ഫുഡിനെ എന്താക്കണം? ATP ആക്കണം. ഫുഡിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഫുഡിനകത്ത് നമുക്കറിയാൻ പറ്റും there are കാർബോഹൈഡ്രേറ്റുകളുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട എനർജിയുടെ സോഴ്സ്. കാർബോഹൈഡ്രേറ്റിൽ നിന്ന് മാത്രമാണ് എനർജി ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാം. ആൻഡ് ഫൈനലി വി ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ പ്രോട്ടീൻ ഓൺ എനർജി പ്രൊഡക്ഷൻ. സോ എനർജി പ്രൊഡക്ഷന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൈമറിലി ഒന്നാമതായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ബോഡിയുടെ പ്രൈമറി കാർബോഹൈഡ്രേറ്റ് ആണ്. രണ്ടാമതായിട്ട് ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ലാസ്റ്റ് വേറെ ആരെയും കിട്ടിയില്ലെങ്കിലേ നമ്മൾ പ്രോട്ടീനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോട്ടീനെ സംരക്ഷിച്ച് വെക്കുന്നുണ്ടാവും. ആൻഡ് വി വിൽ ബി യൂസിങ് വാട്ട്? കാർബോഹൈഡ്രേറ്റിനെ ആയിരിക്കും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ എങ്ങനെ ATP ആയിട്ട് മാറ്റി വെക്കാം? അതാണ് ഇവിടുത്തെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്ങനെ കാർബോഹൈഡ്രേറ്റിനെ പ്രോട്ടീനാക്കി മാറ്റി വെക്കുന്നുണ്ടാവുക? ആരാ പറഞ്ഞു തരുന്നുണ്ടാവുക എനിക്ക് കാർബോഹൈഡ്രേറ്റിനെ എങ്ങനെ പ്രോട്ടീനാക്കി മാറ്റി വെക്കാം എന്നുള്ള കാര്യം? കാർബോഹൈഡ്രേറ്റിനെ പ്രോട്ടീനാക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വി നീഡ് മൾട്ടിപ്പിൾ സ്റ്റെപ്പുകൾ. പല സ്റ്റെപ്പുകളായിട്ട് ആദ്യം വേണ്ടി വരും. സോ ആരാ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ? കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് നമുക്കറിയാൻ പറ്റും. ഒരു കാർബൺ, രണ്ടാമതൊരു കാർബൺ, മൂന്നാമതൊരു കാർബൺ, 4 കാർബൺ, 5 കാർബൺ, അങ്ങനെ 6 കാർബണിൻ്റെ ഒരു ചെയിനാക്കി വെച്ചിട്ടുള്ള ഒരു മോളിക്യൂളാണ് ഈ പറയുന്ന ആര്? നമ്മുടെ ഗ്ലൂക്കോസ് അച്ചായൻ ആണല്ലോ അല്ലേ? ഈ ലൂക്കോസ് അച്ചായൻ അല്ല കേട്ടോ, ഗ്ലൂക്കോസ് അച്ചായൻ. അപ്പോൾ ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എനർജി ആക്കിയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ എനർജി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് there are 3 ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ ഉണ്ടാവും. 3 ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പ് എവിടെയാണ് നടക്കുന്നതെന്ന് അറിയോ? നമ്മുടെ സെല്ലിനകത്താണ് നടക്കുന്നത്. സെല്ലിനകത്ത് സപ്പോസ് ഇഫ് ഐ എം ഡ്രോയിങ് ലൈക്ക് യു നോ ദാറ്റ് തിങ്. നമ്മുടെ സെല്ലിന് എന്തൊക്കെയുണ്ട്? സെല്ലിന് വി ആർ ഹാവിങ് ഒരു വലിയ സെല്ല്. സപ്പോസ് ഞാൻ ഐ എം ഡ്രോയിങ് എ വലിയ ബിഗ് സെല്ല് വരയ്ക്കാൻ കേട്ടോ. ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത് ഈ ഒരു വലിയ സെല്ലിനകത്ത് ആരാളുള്ളത്? ഗ്ലൂക്കോസ് ഉണ്ട് ആണല്ലോ അല്ലേ? ഈ പേജിൻ്റെ കളർ ഞാനൊന്ന് ജസ്റ്റ് മാറ്റിക്കോട്ടെ. നിങ്ങൾക്ക് വിസിബിലിറ്റിക്ക് കുറച്ചൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പേജിൻ്റെ കളറ് കുറച്ചും കൂടി വിസിബിൾ ആവുന്ന ഒരു കളറിലേക്ക് മാറ്റുകയാണേ. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ് മേ ബി ഹെൽപ്പിംഗ് യു ടു സീ ബെറ്റർ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ പേജിൻ്റെ കളർ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒന്നും കൂടി ഞാൻ എഴുതാം. ഐ എം ഹാവിങ് എ വെരി ബിഗ് സെൽ. ഒരു വലിയ സെല്ലുണ്ട് ഇവിടെ ആണല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ നോക്കണം മക്കളെ? സോ ഐ ഹാവ് എ ബിഗ് സെൽ. റെഡി ആണോ? ഒരു വലിയ സെല്ലുണ്ട്. സെല്ലിനകത്ത് എന്തുണ്ടെന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഉണ്ട്, ബാക്കി സാധനങ്ങളുണ്ട്. ബട്ട് ഐ എം നോട്ട് ഡ്രോയിങ് എവരിബഡി. ഞാൻ സെല്ലിനകത്ത് ഒരേ ഒരു ഓർഗനലിനെ ഇവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൽ ഇവിടെ വരയ്ക്കും. ദിസ് ഈസ് നോൺ ആസ് യുവർ മൈറ്റോകോൺട്രിയ. ഏതാ ഓർഗനലെ? മൈറ്റോകോൺട്രിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു സാധനം. അതുകൊണ്ട് ഐ വിൽ ബി ഡ്രോയിങ് ഒരു മൈറ്റോകോൺട്രിയനെ ഞാൻ ചെയ്യുന്നുണ്ടാവും, ഇവിടെ വരയ്ക്കുന്നുണ്ടാവും. ദിസ് ഈസ് ജസ്റ്റ് എ മൈറ്റോകോൺട്രിയ. ആൻഡ് മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചറിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇതിന് പുറത്തുള്ള മൈറ്റോകോൺട്രിയൻ്റെ പുറത്തുള്ള ഈ സ്പേസിനെ വിളിക്കുന്ന പേര് എന്താ? ലുക്ക് അറ്റ് ഹിയർ. ശ്രദ്ധിച്ചോ, അവിടെ ആരാണ്ടാവുക? നമ്മുടെ ഗ്ലൂക്കോസ് അല്ലേ? ഗ്ലൂക്കോസിൽ എത്ര കാർബൺ? 1 2 3 കാർബൺ, 4 കാർബൺ, 5 കാർബൺ ആൻഡ് 6 കാർബൺ. 6 കാർബൺ ഉള്ള ഒരു സാധനമാണ് എന്ത് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം. സോ ഓൺ ദ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ഈ 6 കാർബൺ ഉള്ള ഗ്ലൂക്കോസിനെ പൊട്ടിച്ചിട്ട് 3 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആക്കും. 3 കാർബൺ എന്ന് പറഞ്ഞാൽ 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ. അപ്പോൾ ഗ്ലൂക്കോസിനെ പൊട്ടിച്ചിട്ട് എന്ത് കോമ്പൗണ്ട് ആക്കിയാണ് നമ്മൾ മാറ്റുന്നത്? വി വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇത്ര മാത്രം പഠിച്ചാൽ മതി. പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. പൈറൂവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലൂക്കോസിനെ പൊട്ടിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഗ്ലൂക്കോസിനെ പൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് പേരാ അതിനെ വിളിക്കുക? ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഗ്ലൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് എന്നാണ്. പൊട്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് വാക്ക് ഉപയോഗിക്കും? ലൈസിസ്. വി വിൽ ബി യൂസിങ് വാട്ട്? ഗ്ലൈക്കോളിസിൻ്റെ എൻഡിൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട്? പൈറൂവിക് ആസിഡ്. കിട്ടുന്നുണ്ടോ? ഇനി ഈ പൈറൂവിക് ആസിഡിനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? പൈറൂവിക് ആസിഡിനെ ഇതേ സ്ഥലത്ത് ഇതേ സൈറ്റോപ്ലാസത്തിൽ ഇവിടെ തന്നെ വെച്ചിട്ട് ഐ വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു 2 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആക്കി മാറ്റും. ദിസ് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് വാട്ട്? അസറ്റൈൽ കോഎൻസൈം എ. അസറ്റൈൽ കോഎൻസൈം എ എന്നാണ് വിളിക്കുക. അസറ്റൈൽ
കോഎൻസൈം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ടാവും. എന്നിട്ട് ഈ 2 കാർബണുള്ള ഈ സാധനത്തിനെ ഐ വിൽ ടേക്ക് ഇൻ ടു ദ മൈറ്റോകോൺട്രിയ. നേരെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ സാധനത്തിനെ മൈറ്റോകോൺട്രിയൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട്. മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് 2 മെംബ്രെയിൻ ഉള്ള സ്ട്രക്ചറാണ്. സോ ഇത് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട് ഇല്ലേ. ഇന്നർ മെംബ്രെയിനിൽ ഇങ്ങനെ ഫോൾഡിങ്ങുകളുണ്ട്. നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദ ഫോൾഡിങ്സ് ആർ നോൺ ആസ് വാട്ട്, ക്രിസ്റ്റേ എന്നാണ് വിളിച്ചിട്ടുണ്ടാവും അല്ലേ. സോ അങ്ങനത്തെ ഒരു 2 ഫോൾഡിംഗ് ഉള്ള സാധനമാണ്. അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ് എന്ന് വിളിക്കുക. ഏറ്റവും ഉള്ളിലുള്ള സാധനത്തിന് വിളിക്കുന്ന പേരാണ് മാട്രിക്സ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അസറ്റൈൽ കോഎൻസൈമിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ അറിയോ, നേരെ മാട്രിക്സിലേക്ക് കൊണ്ടുപോകും. മാട്രിക്സിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ ആരാ എത്തിയത്, അസറ്റൈൽ കോഎൻസൈമ അല്ലേ. നോക്കടാ, അസറ്റൈൽ CoA ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അസറ്റൈൽ കോഎൻസൈമിനെ ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മാട്രിക്സിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ഡു എ സൈക്ലിക്കൽ പ്രോസസ്. ഒരു സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യും. ഈ സൈക്ലിക്കൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താ വിളിക്കുന്നത്, ക്രബ് സൈക്കിൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, ഇതിനെ വിളിക്കുന്ന പേര് ക്രബ് സൈക്കിൾ എന്നാണ്. സോ ഇതിനെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ക്രബ് സൈക്കിൾ എന്നാണ് വിളിക്കുന്നുണ്ടാവുക. ക്രബ് സൈക്കിളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇവിടെ വരെ, അതായത് എനിക്ക് അറിയാൻ പറ്റും, ഈ ഗ്ലൈക്കോളിസിസ് വരെ, ക്രബ് സൈക്കിൾ വരെയൊക്കെ ഒരുമാതിരി നിങ്ങൾ എല്ലാവരും കാണാപ്പാടം പഠിച്ച് വെച്ചിട്ടുണ്ടാവും. കുറേ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും, ഈച്ച് ഓഫ് ദ സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും. കാരണം ഓരോ സ്റ്റെപ്പിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല, അത് തിയറി എടുത്ത് തരുന്ന വേറൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തു തരാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ. പക്ഷേ ഇവിടെ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ പിടിച്ചോ. കൺസെപ്റ്റിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഇവിടെ വെച്ചിട്ട് ദ ക്രബ് സൈക്കിൾ വെച്ചിട്ട് ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് NADH ഉണ്ടാവും. NADH എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, FADH എന്ന് പറഞ്ഞ ഒരു മോളിക്യൂൾ ഉണ്ടാവും. ഈ 2 മോളിക്യൂൾസ് ആണ് പ്രധാനമായിട്ട് ഇവിടെ നിന്നുണ്ടാവുക, NADH ഉം FADH ഉം. ഈ NADH നും FADH നും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനർജി ഉണ്ട്, എനർജിയുടെ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ദേ ആർ നോട്ട് ATP അല്ല. സോ NADH-നെയും FADH-നെയും എങ്ങനെയാണ് ATP ആക്കി മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മൈറ്റോകോൺട്രിയയുടെ 2 മെംബ്രെയിൻസ് ഉണ്ട് അല്ലേ. ഇത് നോക്ക്, ദിസ് മെംബ്രെയിൻ ഈസ് നോൺ ആസ് ദ ഔട്ടർ മെംബ്രെയിൻ ആണല്ലോ അല്ലേ. ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ഔട്ടർ മെംബ്രെയിൻ. അതിൻ്റെ ഉള്ളിലുള്ള ദിർ ഈസ് സംതിങ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഇന്നർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. മക്കളെ ഇത് പഠിച്ചോട്ടോ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം. ഈ ഇന്നർ മെംബ്രെയിനകത്ത് ദർ ആർ സം എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. 1 2 3 4 5 അങ്ങനെ ഡിഫറെൻറ്റ് കോംപ്ലക്സുകളായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ എൻസൈമിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഈ എൻസൈംസ് വർക്ക് ചെയ്തിട്ട് പരിപാടി ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ തേർഡ് പ്രോസസ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് വിളിക്കും, ETC എന്ന് വിളിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഒരു ETC എന്ന് വിളിക്കും. സോ ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ പ്രോസസ്സ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസിനെ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിനെ പൊട്ടിച്ചിട്ട് 3 കാർബൺ ഉള്ള ഒരു സാധനമാക്കും, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്ലൈക്കോളിസിസ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വി ടോൾഡ് ലൈക്ക് ദർ ഈസ് എ സൈക്ലിക്കൽ പ്രോസസ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ പ്രോസസ്സാണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ള സാധനം. ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കഥ മനസ്സിലാവണമെങ്കിൽ ആക്ച്വലി വി ഹാവ് ടു സ്റ്റഡി ഇൻ ദ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ ഇത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ് സാധനം. സോ ലെറ്റ് us ഡിസ്കസ് ഫ്രം ETC ഓൺവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, റിവേഴ്സ് ഓർഡറിൽ ഒരു സാധനം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. സോ അടുത്ത ഹാഫ് ആൻ അവർ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. മക്കളെ നമ്മൾ ഇതിങ്ങനെ കേട്ടോ, നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് യു ഹാവ് ടു പേ അറ്റൻഷൻ, ഫുൾ അറ്റൻഷൻ അതിനകത്തേക്ക് പേ ചെയ്യണം. നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള എന്ത് കൊടുക്കണം, ഒരു എന്താ പറയുക, ഒരു എനർജി അതിനകത്ത് കൊടുത്തിട്ടിരുന്നോ അടുത്ത അരമണിക്കൂർ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വി ക്യാൻ ഡു ആൻ എനർജി എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സസൈസ് ചെയ്യാമെന്നറിയോ, നമ്മളൊരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ശ്വാസം വലിക്കണം, പുറത്തേക്ക് വിടണം, നേരെ ഫ്രണ്ടിൽ നോക്കുക. നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന സാധനം കേട്ടോ. ബിക്കോസ് നമ്മുടെ മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ എത്രയാണെന്ന് പറയുക മക്കളെ, 20 മിനിറ്റ്സ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല, ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ല. അപ്പോൾ ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സാധനമാണ്. സോ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എപ്പോഴും എവറി 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ബ്രേക്ക് എടുക്കുക. സീരിയസ്ലി ഐ എം ജസ്റ്റ് ടോക്കിംഗ് ലൈക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ബ്രേക്ക് എടുക്കുക. ദിസ് ഈസ് വെരി വെരി, അയ്യോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, ഇവിടെ എന്തൊക്കെയോ ചേഞ്ചുകൾ സംഭവിച്ചു അല്ലേ. ഓക്കെ, സോ എപ്പോഴും ഐ എം ജസ്റ്റ് ആസ്കിങ് യു, ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ലൈക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു 20 മിനിറ്റ്സ് കൂടുമ്പോൾ നിങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എണീറ്റ് പോകാമെന്നല്ല, ജസ്റ്റ് പഠിത്തോണ്ടുന്ന സ്ഥാനത്ത് നിന്ന് പേന താഴെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് യു ഹാവ് ടു ഡു എ ബ്രീത്തിങ് എക്സസൈസ്, ലൈക്ക് ജസ്റ്റ് നേരെ ഫ്രണ്ടിലേക്ക് നോക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ നോക്കുക, അല്ലെങ്കിൽ കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ നോക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഡു ഒരു 10 ബ്രീത്ത് എടുക്കണം. അത് 1 2 3
4 അങ്ങനെ എണ്ണി 10 ബ്രീത്ത് എടുക്കുക. 10 ബ്രീത്ത് എടുത്തിട്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് പറയണം, യെസ് ഐ എം ഗോയിങ് ടു ബി എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആവാൻ വേണ്ടി പോകുന്ന ആളാണ്. ഞാൻ ഈ പറയുന്ന നീറ്റ് എക്സാം അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് തിങ്. ഒരു കൺഫ്യൂഷനും ഇല്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡു ദാറ്റ് എന്നുള്ളൊരു കാര്യമാണ്. ബിക്കോസ് മക്കളെ നിങ്ങളൊരു കാര്യം പറയണ്ട, ബിലീവ് ഇറ്റ് യു ക്യാൻ. നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി ദൂരം അവിടെ കഴിഞ്ഞു എന്നാണ് പറയുക. എന്താണെങ്കിലും അതിലേക്ക് അത്രേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് ആ ഒരു കാര്യം ഇപ്പോൾ ഡോക്ടർ ആവാൻ കഴിയുമോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരാളും ഡോക്ടർ ആവാൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആൾ പകുതി ദൂരം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ 720 മാർക്കിലും 360 മാർക്കിനുള്ള പഠിത്തം നിങ്ങളുടെ കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. സോ ആ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം അവിടെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഞാൻ ഈ പറഞ്ഞതാണ്, എവറി 20 minutes ജസ്റ്റ് ടേക്ക് എ ബ്രീത്ത്. ജസ്റ്റ് ടേക്ക് എ ബ്രീത്തിങ് എക്സസൈസ്. ഒരു 10 ബ്രീത്ത് എടുക്കുക, എണ്ണി ബ്രീത്ത് ചെയ്യുക, എവിടെയെങ്കിലും ഫോക്കസ് ചെയ്തിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് യെസ് എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കുക. ഒരു 20 minutes കഴിയുമ്പോൾ വീണ്ടും ബ്രേക്ക് എടുക്കുക. നിങ്ങൾ എല്ലാപ്പോഴും ചോദിക്കലുണ്ട് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക സാറേ, ഫോക്കസ് ഇങ്ങനെ നിൽക്കാണ്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കാറുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത്, ഞാൻ ഈ സാധനം പറഞ്ഞത്. സോ ആർ യു റെഡി? നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ, എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? സോ ഈ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന സാധനം അതിൻ്റെ മൂന്നാമത്തെ പ്രോസസ്സായിരുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ എന്താ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഇവിടെ ഈ ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡാം പണിയാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് ലൈക്ക് എന്തിൻ്റെ ഡാം, എങ്ങനത്തെ ഡാം എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾ കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ആരാ പറഞ്ഞു തരാം കറണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്? കറണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ദേർ ആർ കുറേ ഡാമുകളുണ്ട്. എന്ത് ഡാമാണുള്ളത്? വെള്ളം കെട്ടി നിർത്തുന്ന ഡാം അല്ലേ? വെള്ളം കെട്ടി നിർത്തുന്ന വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കുറേ വലിയ ഡാമുകളുണ്ട്. എവിടെ? നമ്മുടെ നാട്ടിലൊക്കെ. ഈ നാട്ടിൽ ഈ ഡാമിനകത്ത് നമ്മൾ എന്താ സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ എന്താ നിറച്ച് വെക്കുക? ദർ വിൽ ബി ലോട്ട് ഓഫ് വാട്ടർ. വെള്ളം കെട്ടി നിർത്തൂലേ, തടയണ കെട്ടി, ബണ്ട് കെട്ടി, ഡാം കെട്ടിയിട്ട് വാട്ട് വിൽ ബി മേക്കിംഗ് വെള്ളം നമ്മൾ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. സപ്പോസ് ജസ്റ്റ് ഇമാജിൻ ഇതൊരു ഡാമാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഡാമിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവാൻ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്രോസസ്? നെക്സ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചെറിയൊരു ട്യൂബ് ഉണ്ടാക്കും ഇല്ലേ? ഇവിടെ നിന്ന് ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളത്തിന് താഴേക്ക് കൊണ്ടുവരില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഫിസിക്സിലൊക്കെ സാറുമാർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ? ഇവിടെ നിന്നുള്ള വെള്ളം ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടി ഒഴുകി താഴേക്ക് വരും. താഴേക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ താഴേക്ക് വെള്ളം വരുമ്പോൾ നല്ല ശക്തിയിൽ ഒഴുകിയായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒഴുക്കിന് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞോടാ? ഈ ഒഴുക്കിൽ വാട്ട് വിൽ ബി പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ടർബൈൻ വെക്കും. അങ്ങനെയല്ല വെക്കുക, ഇവിടെ ഒരു ടർബൈൻ വെക്കും. അപ്പോൾ ഈ വരുന്ന വെള്ളം എന്ത് ചെയ്യും? വെള്ളം വിൽ ഫോളോ ഓൺ ദിസ് ടർബൈൻ. ടർബൈൻ എന്ത് പറ്റും? ടർബൈൻ വിൽ റൊട്ടേറ്റ്. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട് വാട്ട് വിൽ ബി പ്രൊഡ്യൂസിങ് കറണ്ട് ആണല്ലോ അല്ലേ? സെയിം പ്രോസസ്സ് അല്ലേ? ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യു ഹാവ് ടു ബിലീവ് ദിസ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഈസ് ഗൈഡ്. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ് നടക്കാനുള്ളത്. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന സാധനം നടക്കുന്നത് ഇൻ ദ മൈറ്റോകോൺട്രിയയിലാണ്. കേട്ടോ, ശ്രദ്ധിച്ചോ. 5 മിനിറ്റ് വി വിൽ ഫിനിഷ് ദിസ് തിങ്. ശ്രദ്ധിച്ച് കേൾക്കണേ. സോ ഇവിടെ നോക്കിക്കോ, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട സാധനമാണ്. നമുക്ക് എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ ഈസ് ഹാവിംഗ് ആൻ ഔട്ടർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ശ്രദ്ധിച്ചോ. ആൻഡ് മൈറ്റോകോൺട്രിയ ഈസ് ഹാവിംഗ് ആൻ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സോ ദിസ് ഈസ് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ഞാൻ ഒരുപാട് ക്രിസ്റ്റലുകളൊന്നും വരയ്ക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ഇങ്ങനെ തന്നെ വരച്ചു പോവാം. So this is what is inner mitochondrial membrane. Outer mitochondrial membrane ഉണ്ട്. പിന്നെ എന്തുണ്ട്? This is known as what? Inner mitochondrial membrane. IMM for what? Inner mitochondrial membrane. അപ്പോൾ നോക്കിക്കോട്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലുള്ള ഈ സ്പേസിലെ മക്കളെ, രണ്ട് മെംബ്രെയിൻ്റെ നടുവിലുള്ള സ്പേസ് ഇൻ ബിറ്റ്വീൻ ടു മെംബ്രെയിൻസ്, ഇന്നർ മെംബ്രെയിൻ്റെയും ഔട്ടർ മെംബ്രെയിൻ്റെ നടുവിൽ ഞാനിപ്പോൾ ഇതാ മഞ്ഞയിൽ യെല്ലോയിൽ മാർക്ക് ചെയ്യുന്ന ഈ സ്ഥലം കണ്ടോ? ഈ സ്ഥലത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആരാ പറഞ്ഞുതരാം ഈ സ്ഥലത്തിന് എന്താ വിളിക്കുക എന്നുള്ള കാര്യം? നിങ്ങൾക്ക് പറഞ്ഞുതരാമല്ലോ. രണ്ട് മെംബ്രെയിൻ്റെ ഇൻ ബിറ്റ്വീൻ ടു മെംബ്രെയിൻസ് ആണ്. സോ ദിസ് സ്പേസ്, ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ എന്നാണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ദിസ് ഈസ് നോൺ ആസ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണല്ലോ അല്ലേ? എവിടെ പഠിച്ച സാധനം? നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ഇവിടെ ഈ നടുവിലുള്ള ഈ സ്പേസിന് നമ്മൾ എന്താ വിളിക്കുക? ദിസ് ഈസ് നോൺ ആസ് എ മാട്രിക്സ്. മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റെഡി ആണല്ലോ അല്ലേ? ഇനി ഇവിടെ നോക്കുമ്പോൾ ഞാൻ നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വാട്ട് ഐ എം ഗോയിങ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് ക്രിസ്റ്റ ഞാൻ ഇവിടുന്ന് മാച്ച് കളയാണ് കേട്ടോ. ശരിക്കും മൈറ്റോകോൺട്രിയൻ്റെ സ്ട്രക്ചറിൽ എന്തുണ്ട്? ക്രിസ്റ്റ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ജസ്റ്റ് പഠിക്കാനുള്ള എളുപ്പത്തിന് ഈ ക്രിസ്റ്റ ഇവിടുന്ന് പതുക്കെ മാച്ച് കളയാൻ വേണ്ടി പോവാണ്. സോ വി ക്യാൻ ഡ്രോ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ പോലെ എനിക്കത് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് ഓക്കെ ആണല്ലോ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഞാനിതൊന്ന് സൂം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചോ. സോ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ മക്കളെ, ഈ മാട്രിക്സിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഈ മാട്രിക്സിലാണ് എന്ത് നടക്കുക? ക്രെബ് സൈക്കിൾ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞില്ലേ ക്രെബ് സൈക്ലിക്കലായിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. ഈ ക്രെബ് സൈക്കിളിൻ്റെ എൻഡിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത്? ദർ വിൽ ബി NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. NADH എത്ര NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലൂക്കോസിൻ്റെ ഉള്ളിൽ നിന്ന് ടോട്ടൽ
ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 NADH. എത്ര NADH? 8 NADH. ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും? FADH എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, FADH. എത്ര FADH? 2 FADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദെയർ, ഈ സാധനം ഉണ്ടാവും. ഇനി ഇവന്മാരെ യൂട്ടിലൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആരുണ്ടെന്ന് വെച്ചാൽ ദെയർ ആർ സം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഴ്സ്. കുറച്ച് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ വിളിക്കുന്നത് ഒരു കോംപ്ലക്സുകൾ എന്നാണ് വിളിക്കുക. കാരണം ഇവരൊരു സിംഗിൾ മോളിക്യൂൾ കൊണ്ട് ഉണ്ടാക്കിയ ആൾക്കാരല്ല, മൾട്ടിപ്പിൾ കാര്യങ്ങൾ കൂടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ആളാണിത്. സോ ഇത് ഒന്നാമത്തെ ഒരു കോംപ്ലക്സ്. ഇതാ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയോ? എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ, IMM-ലാണ് ഈ പറഞ്ഞ ആൾക്കാർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? സോ ഐ ക്യാൻ കോൾ ദിസ് പേഴ്സൺ ആസ് വാട്ട്? കോംപ്ലക്സ് 1 എന്ന് വിളിക്കാം. റോമൻ ലെറ്ററിലാണ് സാധാരണ വിളിക്കുന്നത്. ഇവനെ കോംപ്ലക്സ് 1 എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഇവൻ എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് തൊട്ടടുത്ത് തന്നെ ദർ വിൽ ബി എ കോംപ്ലക്സ് 2 ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാട്ടോ. കോംപ്ലക്സ് 2ലേക്ക് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ദർ വിൽ ബി എ കോംപ്ലക്സ് 3 ഉണ്ടാവും. ദർ ക്യാൻ ബി എ കോംപ്ലക്സ് 3 ആൻഡ് ദർ വിൽ ബി എ കോംപ്ലക്സ് 4. അങ്ങനെ 4 ഡിഫറെൻറ്റ് കോംപ്ലക്സുകളാണ് ഇവിടെ ഉണ്ടാവുന്നുണ്ടാവുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ കേട്ടോട്ടോ മക്കളെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവന്മാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കോംപ്ലക്സുകളില്ലേ, ദേ ആർ, ജസ്റ്റ് മനസ്സിലാക്കിക്കോ, ദേ ആർ എൻസൈമുകളാണ്. ബേസിക്കലി ഇവരുടെ ക്രെഡിബിലിറ്റീസ് ആണ്. ഇവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ദേ ആർ വാട്ട്? ദേ ആർ എൻസൈമുകളാണ്. അതേപോലെ തന്നെ ദേ ആർ ഹൈഡ്രജൻ അയോൺ, പ്രോട്ടോണുകളുടെ പമ്പുകളാണ്. പ്രോട്ടോൺ പമ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. സോ അതായത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ആൻഡ് ഓൾസോ ദേ ആർ വാട്ട്? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണ്. ഇലക്ട്രോണിൻ്റെ അക്സെപ്റ്റേഴ്സ് ആണ് ഇവരെല്ലാവരും. സോ ഇവർക്ക് 3-4 ഫംഗ്ഷൻസ് ഉണ്ട്. ബിക്കോസ് ദേ ആർ എ കോംപ്ലക്സ് മോളിക്യൂൾ, ദേ ആർ ഹാവിങ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ സാധനം ഇവർക്ക് ഈ ഹൈഡ്രജൻ അയോണുകളെ, H+ അയോണുകളെ പമ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. മൂന്നാമത്തെ സാധനം അവർക്ക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. ഇത്രയും സാധനം ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ നോക്കണേ. കൺഫ്യൂഷൻ ഇല്ലാത്ത രൂപത്തിലേക്ക് പോകണം. സോ ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കാമെന്നറിയോ? ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇവിടെ വെച്ചിട്ട് ഇവന്മാർ ഇപ്പോൾ ഒന്നാമത്തെ ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ ഈ NADH ഇങ്ങോട്ടേക്ക് എടുക്കും. NADH ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഈ NADH നിന്നുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. അതായത് NADH എന്ത് ചെയ്യാൻ വേണ്ടി പോകാന്ന് വെച്ചാൽ, NADH ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഡീഹൈഡ്രോജനൈസ് ചെയ്യുക. അതായത് NADH ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പോവും? NADH ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം NAD ആവും. NADH become what? എന്തായിട്ടാണ് മാറുന്നുണ്ടാവുക? NADH എന്തായിട്ടാണ് മാറുന്നുണ്ടാവുക മക്കളെ? പറഞ്ഞു ഒന്നാമത്തെ എൻസൈമിൻ്റെ പണി കേട്ടോ. ഒന്നാമത്തെ എൻസൈമിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേര് തന്നെ ഇതാണ്. ഒന്നാമത്തെ പേര് NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ് വിളിക്കുക. ഡീഹൈഡ്രോജിനേസ്, ഇവൻ്റെ പേര് ഡീഹൈഡ്രോജിനേസ് എന്നാണ്. അവൻ NADH നിന്ന് ഹൈഡ്രോജനെ റിമൂവ് ചെയ്യാണ്. NADH ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടിയാണ് ഇയാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ NADH ആരായിട്ട് മാറുന്നുണ്ടാവും? NADH വിൽ ബിക്കം NAD ആയി മാറുന്നുണ്ടാവും. പ്ലസ് എന്താവുന്നുണ്ടാവും? ഒരു H+ വരുന്നുണ്ടാവും, പ്ലസ് ഒരു ഇലക്ട്രോണും അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. അതാണ് ഒന്നാമത്തെ കോംപ്ലക്സിൻ്റെ പണി. സോ ഫസ്റ്റ് കോംപ്ലക്സ് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് കോംപ്ലക്സ് ഈസ് ഫോക്കസിങ് ഓൺ ദ NAD ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ NADH ഫോക്കസ് ചെയ്യുന്ന ആളാണ്. NADH നിന്ന് ഈ സാധനത്തിന് എന്ത് മാറ്റുന്നുണ്ടാവും? ഒരു ഹൈഡ്രജനെ മാറ്റും, ഒരു ഇലക്ട്രോണിനെ മാറ്റും, ആൻഡ് NAD ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ NADH ഓക്സിഡേഷൻ സംഭവിക്കും. ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താ വിളിക്കുക മക്കളെ? പറഞ്ഞോ, അഡീഷൻ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ എന്നല്ലേ വിളിക്കുക, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ എന്നല്ലേ വിളിക്കുക. ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. സോ വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക്, ഇവിടെ പുറത്തിറങ്ങിയ ഈ ഇലക്ട്രോണില്ലേ, ഈ ഇലക്ട്രോൺ ഈ ഒരു കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. ഈ ഇലക്ട്രോൺ എങ്ങോട്ട് വരും? ഈ സ്ഥാനത്തിലേക്ക് വരും. സോ ദേ ആർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ്. ഇതാണ് ഇലക്ട്രോൺ അക്സെപ്റ്ററായിട്ട് നിൽക്കുന്നുണ്ടാവുക. സോ ഇവൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്താ? ഇലക്ട്രോണുകൾ എപ്പോഴും ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്ക് വരും. നമ്മൾ ആറ്റത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ സ്റ്റെപ്പ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു സ്റ്റെപ്പിൽ ഇവിടെ ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഇതിൽ ഇലക്ട്രോൺ വിൽ ബി ലുക്കിംഗ് ഫോർ അതിനേക്കാളും എനർജി കുറഞ്ഞ ഒരു ബാൻഡ് ഉണ്ടോ എന്ന് നോക്കും, ആ ബാൻഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കും. പിന്നെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അതിനേക്കാളും കുറഞ്ഞ ഒരു ബാൻഡ് ഉണ്ടോ നോക്കും, അതിലേക്ക് ഇറങ്ങാൻ നോക്കും. ഈ ഇവിടെ വന്ന ഇലക്ട്രോൺ വീണ്ടും അതിനേക്കാൾ കുറഞ്ഞു. സോ ഓൾവേസ് ഇലക്ട്രോൺ വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു എ ലോവർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ ഹയർ എനർജിയിൽ ഇരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവർ ലോവർ എനർജിയിലേക്ക് ഇറങ്ങാൻ നോക്കും. നമ്മളിത് എവിടെ പഠിച്ചതാ? കെമിസ്ട്രിയിൽ പഠിച്ചതല്ലടാ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കില്ലേ? സോ അവിടെ നിന്ന് ലോവർ ഷെല്ലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആര് നോക്കുന്നുണ്ടാവുക? ഇലക്ട്രോൺ നോക്കുന്നുണ്ടാവുക. ടു റിലീസ് എനർജി, ടു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനർജി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണെന്ന് അറിയാം മക്കളെ? വളരെ ശ്രദ്ധിച്ചേക്കണേ. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നമ്മളിവിടെ ഡിഫറെൻറ്റ് കോംപ്ലക്സുകൾ വെച്ചിട്ടില്ലേ? ഇവിടെ നോക്ക്, ഇത് എത്രാമത്തെ കോംപ്ലക്സ് ആയിരുന്നു? ഇത് കോംപ്ലക്സ് നമ്പർ 1 ആയിരുന്നു. ഈ കോംപ്ലക്സ് നമ്പർ 1നേക്കാൾ എനർജി കുറവുള്ള, തൊട്ടടുത്ത എനർജി കുറവുള്ള ഒരാൾ എവിടെയുണ്ട്? തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. അത് കോംപ്ലക്സ് 2 ആണ്. ആക്ച്വലി കോംപ്ലക്സ് 2 അല്ല കേട്ടോ, കോംപ്ലക്സ് 3ലേക്കാണ് ഈ പറയുന്ന ഇലക്ട്രോൺ പോകുന്നുണ്ടാവുക. പക്ഷേ വാട്ട് എവർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്
വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഐഡിയ പറഞ്ഞുതരാണ്. ഡയറക്റ്റ്ലി കോംപ്ലക്സ് 2ലേക്ക് അല്ല പോവുക. പക്ഷേ ഞാൻ പറയുകയാണ് കോംപ്ലക്സ് 1നേക്കാളും എനർജി കുറവാണ് കോംപ്ലക്സ് 2 എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയ ഈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ സാധ്യതയില്ലേ, തൊട്ടടുത്ത കാരിയറിലേക്ക് ജമ്പ് ചെയ്യും. തൊട്ടടുത്ത കാരിയറിലേക്ക് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ജമ്പ് ചെയ്യും. ആ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങോട്ട് ജമ്പ് ചെയ്തത്? ബിക്കോസ് ആ തൊട്ടടുത്തിരിക്കുന്ന കാരിയറിന് എന്തില്ല, ഒന്നാമത്തെ കാരിയറിൻ്റെ അത്രയും എനർജി ഇല്ലാത്ത കാരിയറാണ്, അല്ലെങ്കിൽ എനർജി ലെവൽ കുറവുള്ള കാരിയറാണ്. അപ്പോൾ ഇലക്ട്രോൺ കുറച്ചും കൂടി സ്റ്റേബിൾ ആവാൻ പറ്റും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ അപ്പുറത്തേക്ക് ചാടുന്നുണ്ടാവുക. അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തത് ഈ ഒരു സാധനം, ഒന്നാമത്തെ ലെവലിൽ ഉണ്ടായിരുന്ന സാധനം ദിസ് വാസ് എ ഹൈ എനർജി സാധനമായിരുന്നു, ഏറ്റവും ഹൈ എനർജി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. രണ്ടാമത്തെ കാരിയർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി ലോ എനർജിയാണ് ഉണ്ടാവുക. സോ ഈ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1ൽ നിന്ന് 2ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഇലക്ട്രോൺ ചാടിയിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി ലൈവ് എടുത്തു തന്നു, അതുപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ ലൈവ് എടുത്തു തന്നു. ഈ ലൈവിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് നോൺ ആസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എങ്ങോട്ട് ചാടുന്നു വെച്ചാൽ ഇലക്ട്രോൺസ് കൂടുതൽ അഫിനിറ്റി ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ലോ എനർജി ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇലക്ട്രോൺ ചാടുന്നുണ്ടാവുക. സോ ഇവിടെ സെയിം പ്രോസസ്സ് നടക്കാട്ടോ, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം പ്രോസസ്സാണ്. സോ ഒന്നാമത്തെ കാരിയറിൽ എന്താ സംഭവിക്കുക, ഒന്നാമത്തെ കാരിയർ ഇറ്റ് ഈസ് ലോസിങ് ഇലക്ട്രോൺ ആണല്ലോ. ഓക്കെ, ഒന്നാമത്തെ കാരിയർ ഇലക്ട്രോൺ ലോസ് ചെയ്യും, രണ്ടാമത്തെ കാരിയർ എന്ത് ചെയ്യും, കാരിയർ ഗെയിനിങ് ഇലക്ട്രോൺ ആണ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് നടക്കും, രണ്ടാമത്തെ കാരിയറിൽ റിഡക്ഷൻ ആണ് നടക്കുക, ഒന്നാമത്തെ കാരിയറിൽ എന്താ നടന്നത്, ഓക്സിഡേഷൻ നടക്കുക. ബേസിക്കലി റിഡോക്സ് റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുക, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ട്. പക്ഷേ ഇത് ഈ ഒരു ലെവലിൽ കെമിസ്ട്രിയുടെ ലെവലിൽ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക മക്കളെ. ദിസ് ഈസ് എ കൺസെപ്റ്റ്. ഓക്കെ, ദിസ് ഈസ് എ കൺസെപ്റ്റ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒന്നാമത്തെ കാരിയറിൽ നിന്ന് രണ്ടാമത്തെ കാരിയറിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ചാൽ ഇവിടെ സം എനർജി വിൽ ബി റിലീസ്ഡ്. എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. വൈ? ബിക്കോസ് ഒന്നാമത്തെ കാരിയറിൻ്റെ എനർജി ലെവലും രണ്ടാമത്തെ കാരിയറിൻ്റെ എനർജി ലെവലും കുറവാണ്. ഇനി 2ലേക്ക് ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോൺ വിൽ ജമ്പ് ഇൻ ടു ദ മൂന്നാമത്തെ കാരിയറിലേക്ക് പോകും. വൈ? ബിക്കോസ് ഇതിന് ഫർദർ ലോ എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ എനർജി ഗ്യാപ്പിലുള്ള എനർജി എന്ത് ചെയ്യും, ദിസ് എനർജി വിൽ ബി റിലീസ്ഡ്. ഈ എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നുണ്ടാവും. സോ ഇലക്ട്രോൺ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺ വിൽ ജംപ് ഫ്രം 1 to 2. 1ൽ നിന്ന് 2ലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യും, ആൻഡ് 2ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യും, 3ൽ നിന്ന് 4ലേക്ക് ജമ്പ് ചെയ്യും. ദിസ് ഈസ് ദ ബേസിക് പ്രോസസ്. ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെയല്ല, ഞാൻ പറഞ്ഞുതരാം എക്സാക്ട്ലി എങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓരോ തവണ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴും വാട്ട് വിൽ ബി ഹാപ്പനിങ്, എനർജി റിലീസ് ചെയ്യുന്നുണ്ടാവും. ഈ എനർജി ഉപയോഗിച്ചിട്ട് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ദേ ആർ വാട്ട് H+ പമ്പുകളാണ്, ഹൈഡ്രജൻ്റെ പമ്പുകളാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ H+ അയോൺസ് ഇല്ലേ, ഈ മാട്രിക്സിനകത്ത് യു ഹാവ് ടു സീ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. മാട്രിക്സിനകത്ത് എന്തുണ്ടാവും എന്ന് വെച്ചാൽ മാട്രിക്സിനകത്ത് കുറേ H+ അയോണുകൾ ഫോം ചെയ്യുന്നുണ്ടാവും. ദർ വിൽ ബി ലോട്ട് ഓഫ് H+ അയോണുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ മാട്രിക്സിനകത്ത് ഫോം ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഈ റിലീസ് ആവുന്ന ഈ ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ റിലീസ് ആവുന്ന എനർജി ഉപയോഗിച്ചിട്ട് വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ചാൽ ദിസ് H+ വിൽ ബി പമ്പ്ഡ് ഇൻ ടു ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് H+നെ പമ്പ് ചെയ്യും. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് H+ വിൽ ബി കമ്മിങ്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, H+ എത്തുന്നുണ്ടാവും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, H+ എത്തുന്നുണ്ടാവും. മൾട്ടിപ്പിൾ H+കൾ മേളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ എക്സാക്ട് വഴികളും എക്സാക്ട് രൂപങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഈ 4th സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, H+ പമ്പ് ചെയ്യുന്നുണ്ടാവും. സോ വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്, ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദർ വിൽ ബി ലോട്ട് ഓഫ് H+ എത്തുന്നുണ്ടാവും. എങ്ങനെ ഇങ്ങോട്ടേക്ക് H+ എത്തുന്നുണ്ടാവുക നോക്ക്, ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ദർ ഈസ് എ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇവിടെ ഉണ്ട്. ആൻഡ് മാട്രിക്സിൽ എന്തായിരിക്കും ഉണ്ടാവുക, ലോ കോൺസെൻട്രേഷൻ ഓഫ് H+ ഉണ്ടാവുക. ഈ ലോ കോൺസെൻട്രേഷൻ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് എങ്ങനെ H+ന് പമ്പ് ചെയ്യുന്നത്, യൂസിങ് സം പമ്പ്. ഈ പമ്പിന് അതിനുള്ള എനർജി അവിടെ നിന്ന് കിട്ടും. ഈ ഇലക്ട്രോൺസിനെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ചാടി, ഒറ്റ അറ്റത്തേക്ക് ചാടി മറ്റേ അറ്റത്തേക്ക് ചാടി പോകുന്ന സമയത്താണ് ഇവർക്ക് ഇങ്ങനെ സാധനം കിട്ടുന്നുണ്ടാവുക. ഐ വിൽ ഷോ യു വൺ തിങ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം. സോ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലേക്കുള്ള ഐ വിൽ ഷോ യു സം വീഡിയോ. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ദിസ് തിങ്. ഓക്കെ ആണല്ലോ അല്ലേ, നിങ്ങൾ ക്ലിയർ ആയിട്ടും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഈ വീഡിയോൻ്റെ ക്രെഡിറ്റ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ഫ്രം എവിടെ നിന്നാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. സോ ഡെഫിനറ്റ്ലി ക്രെഡിറ്റ്സ് യൂട്യൂബിന് തന്നെ പോയിക്കോട്ടെ. സോ ഐ തിങ്ക് യു ക്യാൻ സീ ദിസ് തിങ്, കാണാമല്ലോ അല്ലേ. സോ ഇവിടെ നോക്ക്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളാണ്. യു ക്യാൻ സീ ദാറ്റ് തിങ്, ദർ വിൽ മൾട്ടിപ്പിൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇലക്ട്രോൺസ് ആർ ജമ്പിങ് ഫ്രം വൺ ഏരിയ ടു അനദർ ഏരിയ. നോക്കുക കേട്ടോ, ഞാനൊന്ന് കുറച്ചൊന്ന് ഓടിച്ചു വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഇവിടെ നോക്കിക്കോ. സോ ഒന്നാമത് നടക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നോക്കട്ടോ. ഒന്നാമത് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു NADH വന്നിട്ട് കാണുന്നുണ്ടോ ഇവിടെ, ഞാനിവിടെ പോയിന്റ് വയ്ക്കുന്നത് NADH വന്നിട്ട് ഒന്നാമത്തെ കാരിയറിലേക്ക് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NADHനകത്ത് ഇലക്ട്രോൺസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടോ, ഈ ഇലക്ട്രോൺസിനെ ആരെന്ത് ചെയ്യും, ഈ ഇവിടെ നിന്ന്
പൊട്ടിച്ച് അങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ടാവും. NADH എന്ത് സംഭവിച്ചു നോക്കി, NADH ഈസ് കൺവേർട്ടഡ് ഇൻറ്റു NAD ആയിട്ട് മാറി, H+ ആയിട്ട് മാറി, അതുപോലെ എന്തായിട്ട് മാറി, 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഇലക്ട്രോൺസ് എങ്ങോട്ട് കയറിപ്പോയി, ഇലക്ട്രോൺസ് ആർ റീച്ചിങ്. ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എത്തുന്ന മക്കളെ പറഞ്ഞോ, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് പറഞ്ഞോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ട്രോൺസ് എത്തുന്നത് 1ാമത്തെ കാരിയറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി ഈ ഇലക്ട്രോൺ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഈ ഫോട്ടോയിലേക്ക് നോക്കിയോ, ഈ ഇലക്ട്രോൺ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയോ, ഇലക്ട്രോൺ ഈസ് ഗോയിങ് ടു ദ നെക്സ്റ്റ് കാരിയറിലേക്കാണ് ഇലക്ട്രോൺ ഇവിടുന്ന് പോകാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ജസ്റ്റ് കണ്ടോട്ടോ, ഇവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ NADH അവിടെ വന്നു, അപ്പോൾ അവിടെ കുറേ H+ ഉണ്ട്. ഇനി അവിടെ നിന്ന് റിലീസായ എനർജി ഉപയോഗിച്ചിട്ട് ഇതുണ്ടോ, ആദ്യത്തെ ആൾ H+നെ പമ്പ് ചെയ്യുന്നുണ്ടോ, എങ്ങോട്ടേക്കാണ് പമ്പ് ചെയ്തതെന്ന് നോക്കിയേ, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ആ സാധനത്തിനെ പമ്പ് ചെയ്ത് വെച്ചു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്. ആൻഡ് യു ക്യാൻ സീ അതെങ്ങനെ ഈ പമ്പ് ചെയ്യാനുള്ള എനർജി അവിടെ നിന്ന് കിട്ടിയേ, ബിക്കോസ് യു ക്യാൻ സീ ദ ഇലക്ട്രോൺസ് ആർ ജമ്പിങ് ഫ്രം 1 കാരിയർ ടു ദ അടുത്ത കാരിയർ. സോ അവിടെ നിന്ന് ആ ഇലക്ട്രോൺസിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റോർ ചെയ്തിരുന്ന എനർജിയാണ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എന്തിനെ പമ്പ് ചെയ്യുന്നത്, H+നെ പമ്പ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നോക്കി. സോ അവിടെ നിന്ന് വന്നു. ഇനി അടുത്ത് നോക്കോട്ടോ, രണ്ടാമത്തെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വീണ്ടും അടുത്ത മോളിക്യൂൾ വരുന്നുണ്ടാവും, അതായത് രണ്ടാമത്തെ കോംപ്ലക്സിലേക്ക്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് സാധനം, എന്താ പറയുക, ഇതായിരുന്നു ഫസ്റ്റത്തെ എന്ത് പറയുന്നുണ്ടാവുക, നമ്മുടെ കാരിയർ കോംപ്ലക്സ് എന്ന് പറയുന്നുണ്ടാവുക. ഇനി രണ്ടാമത്തെ കോംപ്ലക്സ്, ഈ രണ്ടാമത്തെ കോംപ്ലക്സിലേക്ക് ഇലക്ട്രോൺസിന് അവിടെ അവർ കാണിക്കുന്നുണ്ട്. ആൻഡ് H+ വന്നു. ഈ രണ്ടാമത്തെ കോംപ്ലക്സിലേക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആരാന്ന് നോക്കി, FADH ആണ് രണ്ടാമത്തെ കോംപ്ലക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കോംപ്ലക്സിൽ വന്ന് ബൈൻഡ് ചെയ്തത് NADH ആയിരുന്നു, രണ്ടാമത്തേൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് FADH ആണ്. FADHൻ്റെ കയ്യിൽ ആരുണ്ട് മക്കളെ, FADHൻ്റെ കയ്യിലും എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിനെ എങ്ങോട്ടേക്ക് കൊടുക്കും, മേളിലേക്ക് കൊടുക്കും. അപ്പോൾ FADHന് എന്ത് പറ്റി നോക്കി, FADH ഈസ് ഗെറ്റിംഗ് FAD ആവും, H+ ആവും, ഇലക്ട്രോൺസ് ആവും. ഇലക്ട്രോൺസ് വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് കാരിയർ. ആ കിട്ടുന്ന എനർജിയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, വീണ്ടും H+ അയോണുകളെ മേളിലേക്ക് പമ്പ് ചെയ്യും. യു ക്യാൻ സീ ദാറ്റ് തിങ്, ദിസ് ഈസ് ദ തേർഡ് കോംപ്ലക്സ് ആണ്. തേർഡ് കോംപ്ലക്സ് നിന്ന് വീണ്ടും H+നെ മേളിലേക്ക് പമ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്, ക്ലിയർ ആണോ നോക്കണേ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാണ്. സോ ഹൈ കോൺസെൻട്രേഷൻ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ഹൈ കോൺസെൻട്രേഷൻ അവിടെ ബിൽഡ് ചെയ്യാണ്. ആരാണ് ഹൈ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്നത്, ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ ഹൈ കോൺസെൻട്രേഷൻ ബിൽഡ് ചെയ്യുന്നത് H+ന്റെ ഹൈ കോൺസെൻട്രേഷൻ ആണ് ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. വീണ്ടും യു ക്യാൻ സീ ദ ഇലക്ട്രോൺസ് ആർ മൂവിങ് ആൻഡ് വീണ്ടും H+നെ പമ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ വാട്ട് വിൽ ബി ഒക്കറിങ്, ഇവിടെ നോക്കുന്ന സമയത്ത് യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്, ദർ ഇസ് എ വെരി ഹയർ കോൺസെൻട്രേഷൻ ഓഫ് H+ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇനി എന്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സോ ബേസിക്കലി ഇനി സംഭവിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ മക്കളെ, ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. നിങ്ങൾക്ക് ബാക്കി എല്ലാം ആലോചിച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഇവിടെ നമുക്ക് ഒരു മൈറ്റോകോൺട്രിയ ഉണ്ടായിരുന്നു. മൈറ്റോകോൺട്രിയയ്ക്ക് എന്തുണ്ടായിരുന്നു, ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ടായിരുന്നു. ചുളിവുകളൊന്നും ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇവിടെ എന്തുണ്ടായിരുന്നു, ഇവിടെ there was NADH വരുന്നുണ്ടാവും, അതുപോലെ തന്നെ FADH വരുന്നുണ്ടാവും. ഈ NADHനെ FADHനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് there was ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻസൈം കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. കോംപ്ലക്സ് 1, ദിസ് ഈസ് കോംപ്ലക്സ് 2, ദിസ് ഈസ് കോംപ്ലക്സ് 3 ആൻഡ് ദിസ് ഈസ് കോംപ്ലക്സ് 4. 4 കോംപ്ലക്സുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ ഒന്നാമത്തെ കോംപ്ലക്സിൽ NADHനെ ഹാൻഡിൽ ചെയ്യും, രണ്ടാമത്തെ കോംപ്ലക്സിൽ ആരെ ഹാൻഡിൽ ചെയ്യും, FADHനെ ഹാൻഡിൽ ചെയ്യും. സോ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ, ആണോ മക്കളെ, മനസ്സിലാക്കണ്ടോ നോക്കി. സോ ഒന്നാമത്തേൽ NADH FADH ഹാൻഡിൽ ചെയ്യും, ഇവിടുന്ന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒന്നാമത്തേതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒന്നാമത്തെ സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും, പിന്നെ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ജമ്പ് ചെയ്യും, ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. ജനറൽ ഐഡിയ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിന്നുള്ള H+ അയോൺസ് വിൽ ബി പമ്പ്ഡ് ഇൻ ടു ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ട് H+ അയോൺസ് ഇങ്ങോട്ട് പമ്പ് ചെയ്യും. ആൻഡ് ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ് വിൽ ബി ഫിൽഡ് വിത്ത് H+. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറേ H+ വന്നിട്ട് ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഇവിടെ ഫിൽ ചെയ്യുന്നുണ്ടാവും. സോ H+ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ് വിൽ ബി ആക്ടിങ് ആസ് എ എന്തുപോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും, ദിസ് വിൽ be acting as a reservoir of H+. H+ന്റെ ഒരു ഡാം പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്, H+ന്റെ ഒരു ഡാം പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി ഈ ഡാമിന് എന്ത് ചെയ്യണം, ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു ടെൽ മീ ദാറ്റ് തിങ്. ഇനി ഈ ഡാമിന് എന്ത് ചെയ്യണം, ഐ വിൽ ഡ്രോ അനദർ ഡാം. സോ ഇവിടെ നോക്കിക്കോട്ടോ, ഒരു എന്തുണ്ടായിരുന്നു, മൈറ്റോകോൺട്രിയ ഉണ്ടായിരുന്നു. അതിൻ്റെ ദിസ് ഈസ് ദ ഇന്നർ മെംബ്രെയിൻ, ദിസ് ഈസ് ദ ഇന്നർ മെംബ്രെയിൻ, ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ. ഇതിൻ്റെ നടുവിലുള്ള സ്പേസിൽ എന്ത് നിറഞ്ഞിരിക്കുകയാണ്, H+ നിറഞ്ഞിരിക്കുകയാണ് ഡ്യൂ ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വെച്ചിട്ട് ഇവിടെ ഇത് ചെയ്തിരിക്കുക. അപ്പോൾ 4 കോംപ്ലക്സുകളല്ല അവിടെ ഉണ്ടായിരുന്നത്. ഇനി ദർ ഈസ് എ 5th കോംപ്ലക്സ്, അഞ്ചാമതൊരു കോംപ്ലക്സ് ഉണ്ട്. ആ അഞ്ചാമത്തെ കോംപ്ലക്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അഞ്ചാമത്തെ കോംപ്ലക്സിന് ആദ്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു തുളയാണ്. ജസ്റ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ ഓപ്പണിംഗ്. ഒരു തുള ഉണ്ടാവും ഇവിടെ. തുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ജസ്റ്റ് ആലോചിച്ച് നോക്കി. ഈ ഒരു സമയത്ത് ഈ ഒരു ഇന്നർ മെംബ്രെയിൻ ഇവിടെ തുള ഇട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഒക്കറിങ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞോ, നിങ്ങൾക്ക് തന്നെ പറയാലോ. ഒരു സ്ഥലത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആണല്ലോ അല്ലേ. ഒരു സ്ഥലത്ത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ഭയങ്കര വലിയ ഹൈ ആണ്. അപ്പോൾ ഈ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത്, അപ്പോൾ ഇവിടെ വെരി ഹൈ കോൺസെൻട്രേഷൻ, ഇവിടെ വെരി ലോ കോൺസെൻട്രേഷൻ ആണുള്ളത്. സോ ഈ സമയത്ത് ഈ മെംബ്രെയിനകത്ത് വി ആർ മേക്കിംഗ് എ തുള, ഒരു ഹോൾ ഉണ്ടാക്കിയ വാട്ട് വിൽ ബി ഒക്കറിങ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ H+ കൂടി ഈ തുളയിൽ കൂടി കയറിയിട്ട്, യു നോ ദാറ്റ് തിങ്, ഈ തുളയിൽ കൂടി കയറിയിട്ട് എല്ലാ H+ കൂടി താഴേക്ക് ഇങ്ങനെ
ഒഴുകി വരും, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. ഈ തുളയുള്ള ഈ പാർട്ടിനെ വിളിക്കുന്ന പേര് F0 എന്നാണ് വിളിക്കുക. F0യിലുള്ള 0 ഈസ് ഫോർ വാട്ട്? തുള. യു നോ ദാറ്റ് തിങ്. 0ൻ്റെ നടുവിലൊരു തുള ഉണ്ട് അല്ലേ? ഈ തുളേൻ്റെ ഉള്ളിൽ കൂടി ആരാ കടന്നു വരുന്നുണ്ടാവുക? H+ വരുന്നുണ്ടാവും. ഇത് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് ദർ ഈസ് എ ടർബൈൻ വെച്ചിട്ടുണ്ട്. ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഒരു ചക്രം വെച്ചിട്ടുണ്ട്. വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന H+ അയോൺസ് വന്നിട്ട് ഈ ടർബൈനിൽ കുത്തുമ്പോൾ വാട്ട് വിൽ ബി ഒക്കറിംഗ്? ടർബൈൻ വിൽ ബി റൊട്ടേറ്റിംഗ്. ടർബൈൻ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യും. സീരിയസ്ലി ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ശരിക്കുമുള്ള കാര്യമായിട്ടോ പറയണത്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ടർബൈനെ വിളിക്കുന്ന പേര് F1 എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ രണ്ടിനെയും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്നത് F0 F1 എന്ന് വിളിക്കുക. അപ്പോൾ F0യിൽ തുളയുള്ളത് കാരണം ദിസ് ഈസ് എ ചാനൽ ഫോർ H+ ആണ്. F1 ഈസ് ഫോർ ദാറ്റ് ടർബൈൻ പാർട്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഉണ്ടാവുക. ടർബൈൻ എന്നാണ് ഇതിനെ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ എനർജി ഉപയോഗിച്ചിട്ട് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൻ്റെ മുകളിലേക്ക് ഒരു ഫോസ്ഫേറ്റിനെയും കൂടി കണക്ട് ചെയ്യും. അതായത് നമുക്കറിയാൻ പറ്റും, ജെനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ് അഡിനോസിൻ എന്ന് പറഞ്ഞ സാധനം. ഈ അഡിനോസിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരു ഫോസ്ഫേറ്റിനെയും കൂടി കണക്ട് ചെയ്തിട്ട് വി വിൽ മേക്ക് ദ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്. ഇതിന് എന്ത് ചെയ്യുന്നുണ്ടാവും? വി വിൽ ബി മേക്കിംഗ് ഇറ്റ് ആസ് ATP എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വി വിൽ ബി മേക്കിംഗ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇതാണ് ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം. സോ അവിടെ ഡാം നമ്മൾ ബിൽഡ് ചെയ്തു. എവിടെയാണ് നമ്മൾ ഡാം ബിൽഡ് ചെയ്തത്? പറഞ്ഞോ, ആരാ പറഞ്ഞു തരുന്നത്? എവിടെയാണ് നമ്മൾ ഡാം ബിൽഡ് ചെയ്തത്? ഡാം ബിൽഡ് ചെയ്തത് ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം H+നെ നമ്മൾ പമ്പ് ചെയ്തു. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്ന വെച്ചിട്ടാണ് പമ്പ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് ആ ഇലക്ട്രോൺസ് ആ H+ന്റെ ഡാം നമ്മളൊരു തുളയിട്ട് തുറന്നു വിട്ടു. ഏതാ തുളേൻ്റെ പേരെന്താ? F0 എന്നാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി H+ അങ്ങോട്ട് കടന്നു വരും. ആൻഡ് അതിൻ്റെ താഴെ ഒരു ടർബൈൻ വെച്ചിട്ടുണ്ട്, കറങ്ങുന്ന സാധനം. അതിന് വിളിക്കുന്നത് F1. F ഈസ് ഫോർ ഫാൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ F0 ഫോർ തുളയിൽ ഓക്കെ ഓപ്പണിംഗ് ആണ്, ചാനലാണ്. ആൻഡ് F1 ഈസ് ഫോർ വാട്ട്? ഫാൻ എന്ന് വിളിക്കുക. F0 F1 സാധനം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? കോംപ്ലക്സ് 5 എന്ന് വിളിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് കോംപ്ലക്സ് 5. കോംപ്ലക്സ് 4 വരെയുള്ളത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് ഉണ്ടാവുക. ദിസ് ഈസ് കോംപ്ലക്സ് 5. ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? ആർ യു റെഡി? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കാണാൻ വേണ്ടിയിട്ട്? ജസ്റ്റ് ഐ വിൽ ഷോ യു ദിസ് തിങ്. ഇനി എന്താ സംഭവിക്കാന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈവൻ ഹൈ കോൺസെൻട്രേഷൻ ഇവിടെ സാധനങ്ങൾക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം ഐ വിൽ ജസ്റ്റ് ഷോ യു ദാറ്റ് തിങ്. സോ ഒരു നോക്കോ, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. അവിടെ ഒരാൾ വരാനുണ്ട്. ഓക്സിജൻ്റെ റോളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. സോ ഇനി ATP എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ക്വസ്റ്റ്യൻ. ഹൗ ദ ATP ഈസ് മെയ്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഉണ്ട്. എവിടെയുണ്ട്? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലുണ്ട്. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞോ. എനിക്കിത് ഒറ്റയടിക്ക് ഇങ്ങനെ 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കല്ല. പക്ഷേ നോക്കുകയാണ് ഇവിടെ നോക്കാൻ പറയും ATP സിന്തേസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ കാണുന്നുണ്ടോ? ദിസ് ഈസ് എ കോംപ്ലക്സ് 5. നിങ്ങൾക്ക് കാണാൻ പറ്റും F0 പോർഷൻ ഒരു തുളയുള്ള പോർഷനാണ്. ആൻഡ് യു ക്യാൻ സീ ദ റൊട്ടേറ്റിംഗ് പോർഷൻ ഇവിടെ കണ്ടോ. ആ തുളേൻ്റെ ഉള്ളിൽ കൂടി H+ ഇങ്ങനെ ചാടുന്നുണ്ടോ? H+ ഇങ്ങനെ ചാടുമ്പം യു ക്യാൻ സീ ദാറ്റ് തിങ് ലോവർ പോർഷന് ചെറിയ റൊട്ടേഷൻസ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ F0ൻ്റെ ഉള്ളിൽ കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ ആരോ വരുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടി മേളിൽ നിന്ന് H+ താഴേക്ക് വരാൻ വേണ്ടി പോവാണ്. ഈ H+ താഴേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ H+ താഴേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താഴെയുള്ള ടർബൈൻ, താഴെയുള്ള ആ ഫാൻ റൊട്ടേറ്റിംഗ് പോർഷൻ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. യു ക്യാൻ സീ താഴെയുള്ള റൊട്ടേറ്റിംഗ് പോർഷനിൽ ചെറിയ മാറ്റം വരുന്നുണ്ടോ? സോ അത് വെച്ചിട്ട് ADPൻ്റെ മേളിലേക്ക് ഒരു ഫോസ്ഫേറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി മേക്കിംഗ് ദ ATP. കാണുന്നുണ്ടോ നോക്കിയേ. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർലി ഇറ്റ് ഈസ് ഷോൺ ദെയർ. ദാറ്റ് ഈസ് 5th സ്റ്റെപ്പ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഫോസ്ഫോറൈലേഷൻ എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്നെ വിളിക്കുന്നുണ്ടാവുക അല്ലേ? ഉണ്ടോ? ഒരു സൈഡിൽ കെമിക്കൽ ഓസ്മോസിസ് ഉണ്ടാവുക. ആൻഡ് ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കും. യു ക്യാൻ സീ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ H+ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ H+ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? ക്ലിയർ ആണോ എന്നുള്ള കാര്യം നോക്കിയിട്ട് പറഞ്ഞാൽ എനിക്ക് ഇത് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഫർദർ ഇനി അങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പറയുക. ഐ എം ജസ്റ്റ് ടേക്കിംഗ് സം എഫേർട്സ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ നോക്കി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളവരും നോക്ക്. ജസ്റ്റ് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സാധനം മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സാധനം വെച്ചിട്ട് പറയണം കേട്ടോ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നോക്കിക്കോ. ഇനി ഇതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ശരിക്കുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ് എന്നുള്ള കാര്യം. ഈ നമ്മൾ 4 കോംപ്ലക്സുകൾ നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞുതരാം. സോ ലെറ്റ് us ടേക്ക് ആൻ എക്സാമ്പിൾ. നമുക്ക് ഒരു മൈറ്റോകോൺട്രി എടുക്കാം. ഇതുപോലത്തെ മൈറ്റോകോൺട്രി ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. a lower membrane ഉണ്ട്, ഒരു higher membrane ഉണ്ട്. This membrane is known as what? Lower membrane. ഇതേതായിരുന്നു membrane? This is the inner membrane. അല്ലേ? നോക്കിക്കോ മക്കളെ. This is the what membrane? This is the inner membrane ആണിത്. And this is what is outer membrane ആണിത്. സോ ഇത് വെച്ചിട്ടുള്ള ആക്ച്വൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഞാൻ പറഞ്ഞുതരാം ബിഫോർ ദ ക്ലാസ് എൻഡ്സ്. ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ജസ്റ്റ് ലെറ്റ് മീ ഡ്രോ ദിസ് തിങ്. ഓക്കെ ആണല്ലോ അല്ലേ? സോ ഇവിടെ എന്തുണ്ട്? ഹിയർ ഈസ് യുവർ ഹിയർ ഈസ് യുവർ എന്താ ഉണ്ടാവുക?
ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഞാൻ ജസ്റ്റ് 2 മെംബ്രെയിൻ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ കേട്ടോ. ദിസ് ഈസ് യുവർ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആൻഡ് ദിസ് ഈസ് യുവർ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ക്ലിയർ ആണല്ലോ അല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ടോ നോക്കണേ. സോ ദിസ് ഈസ് യുവർ വാട്ട് ഈസ് ദെയർ, ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ, ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ ആണോ? ദിസ് ഈസ് ദ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ദ ഇന്നർ മെംബ്രെയിൻ, ദിസ് ഈസ് ദ ഇന്നർ മെംബ്രെയിൻ. ഇതാണ് ഇന്നർ മെംബ്രെയിൻ വരുന്നുണ്ടാവുക. 2 മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻസ് ഉണ്ട്. ഇനി ഇതിനകത്ത് എവിടെ കോംപ്ലക്സുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? കോംപ്ലക്സുകൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നർ മെംബ്രെയിനിലാണ്. സോ ലെറ്റ് മീ ഡ്രോ ദാറ്റ് തിങ്. ദ ഫസ്റ്റ് കോംപ്ലക്സ് ഈസ് ദിസ് വൺ, ദിസ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ 1. ഇതാണ് കോംപ്ലക്സ് നമ്പർ 1 ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന സാധനം. ദിസ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ 1. ഓക്കെ ആണല്ലോ അല്ലേ? ഈ കോംപ്ലക്സ് നമ്പർ 1 എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ കേട്ടോട്ടോ. NCERT-യിലുള്ള പടം പോലെ തന്നെ നമുക്ക് വരയ്ക്കാം. NCERT-ൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി പടം ഉണ്ട്. ആ പടം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കോംപ്ലക്സ് നമ്പർ 1 ആരാ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി NADH വരും. NADH വരും. NADHനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവൻ ഡീഹൈഡ്രോജനേസ് ചെയ്യും. അതിൻ്റെ ഹൈഡ്രജൻ അയോണിനെ മാറ്റും. സോ ദിസ് വിൽ ബി ചേഞ്ച് ഇൻ ടു NAD+H+ പ്ലസ് ഇലക്ട്രോൺ എന്നുള്ള രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കും. ഈ ഇലക്ട്രോണിനെ ആർക്ക് കിട്ടും? ഈ ഇലക്ട്രോണിനെ ഒന്നാമത്തെ ആൾക്ക് കിട്ടും. ദിസ് ഒന്നാമത്തെ കോംപ്ലക്സിന് കിട്ടുന്നുണ്ടാവും. സോ ഇവൻ NADനെ ഡീഹൈഡ്രോജനൈസ് ചെയ്യുന്നതുകൊണ്ട് ദിസ് കോംപ്ലക്സ് നമ്പർ 1 ഈസ് അതർവൈസ് നോൺ ആസ് പറഞ്ഞു. ഈ കോംപ്ലക്സ് നമ്പർ 1 ഒരു പേരിടും. വാട്ട് ഈസ് ദ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നോൺ ആസ് NADH ഡീഹൈഡ്രോജനേസ്. കൃത്യമായിട്ട് കഥ മനസ്സിലാക്കിയതിന് ശേഷം പോകാട്ടോ. ഡീഹൈഡ്രോജനേസ് എന്ന് വിളിക്കും. ഇതിൻ്റെ പേര് NADH ഡീഹൈഡ്രോജനേസ് എന്നാണ്. ഇനി ഈ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകാമെന്നറിയോ? ആക്ച്വലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് this electron will be going to the complex number 3 പോകുന്നത്. കോംപ്ലക്സ് നമ്പർ 1 നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നുണ്ടാവുക? കോംപ്ലക്സ് നമ്പർ 3 ആര് പോകുന്നുണ്ടാവുക? ഈ ഇലക്ട്രോൺ പോകുന്നുണ്ടാവുക. കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ലെറ്റ് മീ ഡ്രോ ദ കോംപ്ലക്സ് നമ്പർ 3 നിയർ ബൈ. ഇതിൻ്റെ അടുത്തേക്ക് ഞാനൊരു കോംപ്ലക്സ് നമ്പർ 3 വരയ്ക്കാം. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന കോംപ്ലക്സ് എത്രാമത്തെ കോംപ്ലക്സാണ്? 2ാമത്തെ കോംപ്ലക്സ് ആണോ? അല്ല, ദിസ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ 3. NCERT-യിലുള്ള പടം പോലെ തന്നെ വരയ്ക്കാനാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. NCERT-യിലുള്ള സാധനം നിങ്ങൾക്ക് NCERT ആണ് ഫൈനലി പഠിക്കേണ്ടത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ദിസ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ 3. ഈ കോംപ്ലക്സ് നമ്പർ 3 യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ കോംപ്ലക്സ് നമ്പർ 3 ആരെ കൊണ്ടുപോകുന്നത്? ഈ ഇലക്ട്രോണെ കൊണ്ടുപോകുന്നത്. ആരാണ് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ദിസ് ഇലക്ട്രോൺ വിൽ ബി ഫസ്റ്റ് ഗോയിങ് ഇൻ ടു വൺ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൻ്റെ പേര് ആക്ച്വലി ആ ഒരു മോളിക്യൂളാണ് കേട്ടോ. ആ മോളിക്യൂൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ മോളിക്യൂൾ എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ദിസ് മോളിക്യൂൾ വിൽ ബി സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അതായത് ഇപ്പോൾ നമ്മൾ വരച്ചില്ല ഇത് ഇന്നർ മെംബ്രെയിനെ ഒന്നുകൂടി കട്ടിക്ക് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ഐ എം ഡ്രോയിങ് ദ ഇന്നർ മെംബ്രെയിൻ, ഒരു പ്രാവശ്യം കൂടി ഞാൻ കട്ടിക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ദാറ്റ് മോളിക്യൂൾ ഇസ് നോൺ ആസ് യുബിക്വിനോൺ. എന്താ മോളിക്യൂളിൻ്റെ പേര്? യുബിക്വിനോൺ. നിങ്ങൾ നോക്കട്ടോ, മോളിക്യൂളിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ യുബിക്വിനോൺ എന്നാണ് വിളിക്കുക. ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ യുബിക്വിനോൺ ആണ്. ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക യുബിക്വിനോൺ. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. എവിടെ യുബിക്വിനോൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? യുബിക്വിനോൺ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ഇൻ ദ ഇൻസൈഡ് അല്ലെങ്കിൽ വിത്തിൻ ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് യുബിക്വിനോൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ യുബിക്വിനോണിന് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ സാധനം മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓയിൽ റിഗ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഓയിൽ റിഗ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്നാണ്. അപ്പോൾ യുബിക്വിനോണിലേക്ക് ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ യുബിക്വിനോൺ വിൽ be getting reduced and the ubiquinone will be converted into ubiquinone hydrate അല്ലെങ്കിൽ UQH2 എന്നുള്ള രൂപത്തിലേക്കാവും. റെഡ്യൂസ്ഡ് ഫോം ഓഫ് യുബിക്വിനോൺ എന്ന് വിളിക്കുക. അതിനെ യുബിക്വിനോൾ എന്ന് വിളിക്കുക. യുബിക്വിനോൾ NCERT-ൽ വാക്കുണ്ട് കേട്ടോ. ക്വിനോൾ ആൽക്കഹോളിൻ്റെ യുബിക്വിനോൾ എന്നുള്ള രൂപത്തിലേക്കാവും. ആൻഡ് ദിസ് യുബിക്വിനോൺ ദാറ്റ് വിൽ ഡെലിവർ ദ ഇലക്ട്രോൺ ഇൻ ടു ദ തേർഡ്, ഈ എന്ത് പറയുന്ന നമ്മുടെ ഈ പറയുന്ന കോംപ്ലക്സ് 3ൻ്റെ ഉള്ളിലേക്ക് അതിനെ ഡെലിവർ ചെയ്യും. സോ ദ ഇലക്ട്രോൺ വിൽ ബി റീച്ചിങ് ദ കോംപ്ലക്സ് 3. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കണം കേട്ടോ. ഈ കോംപ്ലക്സ് 3ൽ ആരാളുള്ളതെന്ന് വെച്ചാൽ കോംപ്ലക്സ് 3ൽ സൈറ്റോക്രോംസ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരുള്ളത്. ഐ വിൽ ബി കമ്മിങ് ടു ദാറ്റ് തിങ്. സോ ഇവിടെ എത്തുന്നുണ്ടാവും. ഇനി കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നത് വേറൊരാളും കൂടി കൊടുക്കും. ആരാ കൊടുക്കാമെന്നറിയോ? കോംപ്ലക്സ് 2 കൂടി കൊടുക്കും. കോംപ്ലക്സ് 2 എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഈ കോംപ്ലക്സ് 3യുടെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ നമ്മൾ NCERT-ലെ ഫിഗർ അനുസരിച്ചിട്ട് 1 കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ടാണ് ആരിയ്ക്കുന്നുണ്ടാവുക? നമ്മുടെ ഈ കോംപ്ലക്സ് 2 ഇരിക്കുന്നുണ്ടാവുക. സോ ലെറ്റ് മീ ഡ്രോ ദ കോംപ്ലക്സ് 2 ടു ദ ഫിഗർ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കോംപ്ലക്സ് 2 വരയ്ക്കുകയാണെങ്കിൽ മക്കളെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയുകയാണ്, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സാധനം ഈ ഒരു ലെവലിലുള്ളൊരു ക്ലാസ് നമ്മുടെ യൂട്യൂബിലോ വേറൊരു സ്ഥലത്തോ അവൈലബിൾ അല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മൊത്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ വാട്ട് ഐ ഹാവ് ഡ്രോൺ ജസ്റ്റ് നൗ ഈസ് വാട്ട് കോംപ്ലക്സ് 2 ആണ് വരച്ചത്. ഇപ്പോൾ ഞാൻ വരച്ചത് ഏതാണ്? കോംപ്ലക്സ് 2 ആണ്. കോംപ്ലക്സ് 2ൻ്റെ പണി എന്താണെന്ന് അറിയാം മക്കളെ? കോംപ്ലക്സ് 2ൻ്റെ പണി ആക്ച്വലി നമ്മുടെ സക്സീനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമല്ലേ സക്സീനേറ്റ്. അതെവിടെയാണ് സക്സീനേറ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയുക ഏത് സൈക്കിളാണ്? ട്രൈസൈക്ലിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ്
ആസിഡ് സൈക്കിൾ, ക്രബ് സൈക്കിളിനകത്ത് ഉണ്ടാകുന്ന ഒരു സാധനം. ക്രബ് സൈക്കിളിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രബ് സൈക്കിൾ പറഞ്ഞാൽ നോട്ടെ. അസറ്റൈൽ കോഎൻസൈമ് എന്ന് പറയുന്ന ഒരാളായിരിക്കും ക്രബ് സൈക്കിൾ തുടങ്ങുന്നുണ്ടാവുക. അസറ്റൈൽ കോഎൻസൈമ് എന്ന് പറയുന്ന ആളാണ് വരിക. അസറ്റൈൽ കോഎൻസൈമ് കമ്പൈൻ ചെയ്യുന്നത് ഓക്സാലോ അസെറ്റിക് ആസിഡ് ആയിട്ടാണ്. OAA എന്ന് പറഞ്ഞിട്ടുള്ള 4 കാർബൺ ഉള്ള ആളായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നുണ്ടാവുക. ദിസ് വിൽ ബി കമ്പൈനിങ് വിത്ത് 2 കാർബൺ ഉള്ള അസറ്റൈൽ കോഎൻസൈമ് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു സാധനമായിട്ടുണ്ടാവും. സിട്രിക് ആസിഡ് NCERT പടം ഉണ്ട്, നോക്കാം. സിട്രിക് ആസിഡ് വിൽ ബി ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു റിയാക്ഷൻ ഒന്നും ഇതിനകത്ത് വലിയ പ്രാധാന്യം ഇല്ല. ഇത് ജസ്റ്റ് പലതവണ നമ്മളിങ്ങനെ കണ്ട് പഠിക്കാം. നിങ്ങൾക്കൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അതിനകത്ത് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് റിയാക്ഷൻ പഠിക്കാൻ പറ്റും. റിയാക്ഷൻ അല്ല ഇമ്പോർട്ടൻറ്റ്, കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഐ എം ജസ്റ്റ് ടെല്ലിങ് ലൈക്ക് ഇത് റിയാക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നതിൽ വലിയ കഥയില്ല. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ആക്ച്വലി സക്സിനൈൽ കോഎൻസൈം A പിന്നെ സക്സിനേറ്റ് ആയി മാറുന്നുണ്ടാവും. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ മെയിൻ റിയാക്ഷൻ ഹിയർ. ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സക്സീനിക് ആസിഡ് ആവും. സക്സീനിക് ആസിഡായിട്ട് മാറുന്നുണ്ടാവും. ഈ സക്സീനിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എന്തായിട്ട് മാറുന്നുണ്ടാവും എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂമറിക് ആസിഡ് ആവും എന്ന് പറഞ്ഞു. ഫ്യൂമറിക് ആസിഡ് ആയിരുന്നുണ്ടാവും. ഫ്യൂമറിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു മാലിക് ആസിഡ് ആൻഡ് മാലിക് ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ടു ഓക്സാലോഅസെറ്റേറ്റ്. അതെങ്ങനെയാണ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നുണ്ടാവുക. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സക്സീനിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂമറിക് ആസിഡായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ നടക്കുകയെന്ന് വെച്ചാൽ സക്സീനിക് ആസിഡിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അയോൺ പുറത്തേക്ക് വലിച്ചിട്ട് സക്സീനിക് ആസിഡിനെ ഡീഹൈഡ്രോജനൈസ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി ഫോമിങ് ആൻഡ് FADH2 ഫോം ചെയ്യും. ഇവിടെ FADH2 ഫോം ചെയ്യും. എൻസൈമിൻ്റെ പേര് സക്സിനേറ്റിനെ ഡീഹൈഡ്രോജനൈസ് ചെയ്യുന്ന എൻസൈമാണ്. ഡീഹൈഡ്രോജനൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസ് നോക്കിക്കോ. അപ്പോൾ സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസിൻ്റെ പണി എന്താണ്? ഇവിടെ സക്സീനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡായിട്ട് മാറ്റുക എന്നുള്ളതാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസ് എന്ന് പറയുന്ന ആളുടെ പണി. ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസ് ആണ് നമ്മുടെ കോംപ്ലക്സ് 2 എന്ന് പറയുന്ന സാധനം. ക്യാൻ യു ഇമാജിൻ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇത് നോക്ക്, ദിസ് ഈസ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അപ്പോൾ ഈ പറയുന്ന ഈ കോംപ്ലക്സ് 2 വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് എൻസൈം? ദിസ് എൻസൈം ഈസ് നോൺ ആസ് വാട്ട്? സക്സിനേറ്റ്. പറഞ്ഞോ, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. സെയിം പ്രോസസ് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നുണ്ടാവുക? ഹി വിൽ ബി കൺവേർട്ടിങ് ആരെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും? സക്സീനിക് ആസിഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും? ഫ്യൂമറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ഇസ് റിയാക്ഷൻ ഇസ് എ പാർട്ട് ഓഫ് എന്തിൻ്റെ പാർട്ടാണ്? ദിസ് ഈസ് എ പാർട്ട് ഓഫ് ക്രബ് സൈക്കിൾ. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്താ ഉണ്ടായി വരുന്നുണ്ടാവുക? ഈ ഒരു സ്ഥലത്ത് വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇസ് ലൈക്ക് യു വിൽ ബി ഫോമിങ് എന്താ ഫോം ചെയ്യുന്നുണ്ടാവുക? പറഞ്ഞ മക്കളെ, ആർക്കാ പറഞ്ഞു തരാൻ പറ്റുക? യു വിൽ ബി ഫോമിങ് വാട്ട്? FADH2 ഫോം ചെയ്യുന്നുണ്ടാവും. ഈ FADH2നെ ഇതേ കോംപ്ലക്സ് വിൽ ബി കൺവേർട്ടിംഗ് ഇൻ ടു FAD പ്ലസ് H പ്ലസ് ഇലക്ട്രോൺ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുന്നുണ്ടാവും. FAD പ്ലസ് H പ്ലസ് ഇലക്ട്രോൺ എന്നുള്ള. ആൻഡ് ദിസ് ഇലക്ട്രോൺ വിൽ ബി റീച്ചിങ് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും? കോംപ്ലക്സ് 2ലേക്ക് എത്തുന്നുണ്ടാവും ദിസ് ഇലക്ട്രോൺ. അപ്പോൾ കോംപ്ലക്സ് 2 വിൽ ബി റിസീവിംഗ് ദ ഇലക്ട്രോൺ ഫ്രം എവിടെ നിന്നാണ് റിസീവ് ചെയ്യുന്നുണ്ടാവുക? FADHൽ നിന്നാണ് കിട്ടുന്നുണ്ടാവുക ഇലക്ട്രോണിന്. കോംപ്ലക്സ് 1ന് എവിടെ നിന്ന് ഇലക്ട്രോണാണ് കിട്ടിയത്? NADHൽ നിന്ന്. കോംപ്ലക്സ് 2ൽ നിന്ന് ഇലക്ട്രോണാണ് കിട്ടുന്നത് FADHൽ നിന്നാണ് കിട്ടുന്നുണ്ടാവുക. ഇനി ഈ ഇലക്ട്രോണിനെ ആരാ കൊണ്ടുപോകാമെന്നറിയോ? അവിടെ കൊണ്ടുപോകുന്നത് നമ്മുടെ യുബീക്വിനോൺ തന്നെയാണ്. നമ്മൾ തൊട്ടിപ്പുറത്ത് പറഞ്ഞില്ല യുബീക്വിനോൺ. ഇതേ യുബീക്വിനോൺ തന്നെ ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ദിസ് will be converted into ubiquinol ആവും. UQH2 ആയിട്ട് മാറുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ബി ഡെലിവേർഡ് ടു കോംപ്ലക്സ് 3. നോക്ക്, അപ്പോൾ കോംപ്ലക്സ് 3ലേക്ക് 2 ആൾക്കാർ ഇലക്ട്രോണിനെ കൊടുക്കും. ആരൊക്കെ കൊടുക്കുന്നുണ്ടാവുക? കോംപ്ലക്സ് 1 ഇലക്ട്രോണിനെ കൊടുക്കും, കോംപ്ലക്സ് 2 ഇലക്ട്രോൺ കൊടുക്കും. 2 കൊടുക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത്? കോംപ്ലക്സ് 3ലേക്കാണ് പോകുന്നുണ്ടാവുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ദിസ് ഈസ് ഹൗ ദ കോംപ്ലക്സ് 3 വിൽ ബി ഗെറ്റിംഗ് ദ ഇലക്ട്രോൺസ്. കിട്ടിയാലുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. ഇനി ഈ കോംപ്ലക്സ് 3ൽ ആരാ ഉണ്ടാവുകയെന്ന് വെച്ചാൽ കോംപ്ലക്സ് 3ൽ ദർ ഇസ് എ സ്പെഷ്യൽ മോളിക്യൂൾസ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സൈറ്റോക്രോമുകൾ എന്ന് പറയേണ്ട ആൾക്കാരുള്ളത്. സൈറ്റോക്രോം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവുക. ആരൊക്കെ സൈറ്റോക്രോം ഉണ്ടാവും വെച്ചാൽ ഇതിനകത്ത് സൈറ്റോക്രോം B ഉണ്ടാവും, അതുപോലെ സൈറ്റോക്രോം C1 ഉണ്ടാവും. അതുകൊണ്ട് കോംപ്ലക്സ് 3നെ വിളിക്കുന്ന പേര് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ് വിളിക്കുക. സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ് ഈ കോംപ്ലക്സ് 3നെ വിളിക്കുന്ന പേരുണ്ടാവുക. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അടുത്തത് കേട്ടോ, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ 3 കോംപ്ലക്സുകളെ പരിചയപ്പെട്ടു. കോംപ്ലക്സ് 1നെ പരിചയപ്പെട്ടു, NADHനെ ഡീഹൈഡ്രോജനൈസ് ചെയ്യുന്ന NADH ഡീഹൈഡ്രോജനേറ്റ് ആണ്. ആൻഡ് കോംപ്ലക്സ് 2നെ നമ്മൾ കണ്ടു, സക്സിനേറ്റ് ഡീഹൈഡ്രോജനൈസ് ആണ്. അത് എന്തിൻ്റെ ഇതാണ്? നമ്മൾ ക്രബ് സൈക്കിളിൽ നമ്മുടെ ക്രബ് സൈക്കിളിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു എൻസൈമാണ് അല്ലേ ഈ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞാൽ. സോ ക്രബ് സൈക്കിളിൻ്റെ പാർട്ടായിട്ട് സക്സീനിക് ആസിഡിനെ ഫ്യൂമറിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഇയാൾ. ആൻഡ് ഇവിടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ് ഇതിന് വിളിക്കുന്നുണ്ടാവുക. റെഡി ആണല്ലോ അല്ലേ? ആൻഡ് ഈ 2 സ്ഥലത്തും കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2ൽ നിന്നും ഇലക്ട്രോണിനെ കോംപ്ലക്സ് 3ലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? യുബീക്വിനോൺ എന്ന് പറഞ്ഞ ആളാണ്. വേർ ഈസ് എ യുബീക്വിനോൺ സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഇൻസൈഡ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ് ഇരിക്കുന്നുണ്ടാവുക. ക്ലിയർ ആണോ? NCERTയിൽ വളരെ ക്ലിയർ ആയിട്ട് സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദിസ് ഈസ് വാട്ട് ഈസ്
ഈസ് സൈറ്റോക്രോം. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി ചോദിക്കുക. ദിസ് ഈസ് ഇറ്റ്. ഇനി ഇവിടുന്ന് കേട്ടോ, ഇനി ദർ ഈസ് എ കോംപ്ലക്സ് 4. കോംപ്ലക്സ് 4 ഓൾസോ സെയിം വേയിൽ നമ്മുടെ ഈ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനകത്ത് പറ്റി പിടിച്ചിട്ടാണ് ആയിരിക്കുന്നുണ്ടാവുക, കോംപ്ലക്സ് 4 ഇരിക്കുന്നുണ്ടാവുക. ഇന്നർ മെംബ്രെയിനിലാണ് കോംപ്ലക്സ് 4 ഇരിക്കുന്നുണ്ടാവുക. സോ യു ക്യാൻ സീ ദ കോംപ്ലക്സ് 1 2 3 അല്ലേ, കാണാൻ പറ്റുന്നില്ലേ കോംപ്ലക്സ് 1 2 3? ഇവിടെ നോക്കൂ, ദിസ് ഈസ് 1, ദിസ് ഈസ് കോംപ്ലക്സ് 2, ദിസ് ഈസ് കോംപ്ലക്സ് 3 ആൻഡ് ദിസ് ഈസ് കോംപ്ലക്സ് 2 ആണല്ലോ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്? എൻ സി ആർ ടിയിലെ പടം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ദിസ് ഈസ് ദ ഓൺലി വേ. വേറെ ഒരു വഴിയിൽ എൻ സി ആർ ടിയിലെ പടം പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് കേട്ടോ. സോ ഇവിടെ നോക്കിക്കോ, ഇവിടെ കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞ ആൾ. സോ ലെറ്റ് മീ ഡ്രോ ദ കോംപ്ലക്സ് 4 ഓൾസോ ഹിയർ. സപ്പോസ് ദിസ് ഈസ് ദ കോംപ്ലക്സ് 4. കാണാനുണ്ടോ കോംപ്ലക്സ് 4? ഞാനിവിടെ ഒരു യെല്ലോ കളറിൽ, ഒരു ഗോൾഡൻ കളറിൽ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ കോംപ്ലക്സ് 4 യൂറിയു. ഈ കോംപ്ലക്സ് 4ലേക്ക് എവിടെ നിന്നാണ് ഇലക്ട്രോൺ വരേണ്ടത് മക്കളെ പറഞ്ഞോ? കോംപ്ലക്സ് 4ലേക്ക് ഇലക്ട്രോൺ വരേണ്ടത് കോംപ്ലക്സ് 3യിൽ നിന്നാണ് ഇലക്ട്രോൺ വരേണ്ടത്. ഇവിടെ നോക്ക്, ഒരു സൈറ്റോക്രോമിൽ നിന്നല്ലേ ഇലക്ട്രോൺ വരേണ്ടത്. അപ്പോൾ ഈ ഇലക്ട്രോൺ എങ്ങനെയാണ് വരികയെന്നറിയോ? ഈ ഇലക്ട്രോണിനെ ഈ 3യിൽ നിന്ന് 4ലേക്ക്, യു ക്യാൻ സീ ദാറ്റ് തിങ്, 3 ഇവിടെയാണ്, 4 ഇവിടെയാണ്, അതിൻ്റെ നടുവിലൊരു 2 കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ചാടിക്കണമെങ്കിൽ ദർ ഷുഡ് ബി ഒരു ഇലക്ട്രോൺ ക്യാരിയർ വേണം. നേരെ പോവില്ല. അവിടുത്തെ ഇലക്ട്രോൺ ക്യാരിയറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, മക്കളെ ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഈ ഇലക്ട്രോൺ ക്യാരിയറിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഇതാ ഇവിടെ കേട്ടോ, ഇവിടെ ഒരു ഇലക്ട്രോൺ ക്യാരിയർ ഉണ്ട്. ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എവിടെ അറ്റാച്ച് ചെയ്തേക്കണമെന്ന് നോക്കി. ദിസ് ഇലക്ട്രോൺ ക്യാരിയർ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ, ഓൺ ദ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ക്യാരിയർ ഉണ്ട്. ദിസ് ഇലക്ട്രോൺ ക്യാരിയർ ഈസ് നോൺ ആസ് വാട്ട്? ദിസ് ഈസ് നോൺ ആസ് സൈറ്റോക്രോം സി എന്നാണ് വിളിക്കുക. എന്താ അതിൻ്റെ പേര്? സൈറ്റോക്രോം സി എന്നാണ് വിളിക്കുന്നുണ്ടാവുക. സോ ഇവിടെ നോക്ക്, ഈ കോംപ്ലക്സ് 3 ഈസ് ഗെറ്റിംഗ് 2 ഇലക്ട്രോൺസിനെ കിട്ടിയിട്ടില്ലേ? ഒരു ഇലക്ട്രോണിനെ കോംപ്ലക്സ് 1ൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കോംപ്ലക്സ് 2ൽ നിന്നും കിട്ടിയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും മക്കളെ മനസ്സിലാക്കുക? ഈ 2 ഇലക്ട്രോൺസും കൂടി ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഈ 2 ഇലക്ട്രോൺസും കൂടി നേരെ സൈറ്റോക്രോം സിയിലേക്ക് കയറും. സൈറ്റോക്രോം സിയിലേക്ക് കയറുന്നുണ്ടാവും. ആൻഡ് സൈറ്റോക്രോം സി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, സൈറ്റോക്രോം സി ഈസ് ആക്ച്വലി ടാക്സി വണ്ടി, ഒരു ലോറിയാണ്. സൈറ്റോക്രോം സിയിൽ കയറിയ ഇലക്ട്രോണിനെ കൊണ്ട് സൈറ്റോക്രോം സി ഇങ്ങനെ നടന്ന് എങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ 5ാം സ്ഥലത്തേക്ക് എത്തുന്നുണ്ടാവും. ഇവിടെ നോക്കിക്കോ, ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദാ എവിടെന്ന് കയറ്റുന്നുണ്ടാവുക? ഈ ആകാശനീല സ്കൈ ബ്ലൂ കളറിൽ വരച്ചിട്ടുള്ള ഈ സ്ഥലത്ത് നിന്ന് ഈ സൈറ്റോക്രോം സി എന്ന് പറയുന്ന ഈ ടാക്സി ഇങ്ങനെ ഉള്ളിലൂടെ ഓടി എവിടെ എത്തും? സൈറ്റോക്രോം സി വിൽ ബി റീച്ചിങ് ഹിയർ. ഇവിടേക്ക് സൈറ്റോക്രോം സി എത്തുന്നുണ്ടാവും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മുടെ ആ ടാക്സി വണ്ടി ഓടി എവിടം വരെ എത്തും? ഇവിടെ വരെ എത്തുന്നുണ്ടാവും. ഇവിടെ എത്തിക്കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് ആണല്ലോ അല്ലേ? സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? മൊബൈൽ ഇലക്ട്രോൺ ക്യാരിയർ. ആരാണ്ടാവുക? സൈറ്റോക്രോം സി എന്ന് പറയുന്ന ആളാണ്. ഈ സൈറ്റോക്രോം സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഇലക്ട്രോൺസിനെ ദാറ്റ് വിൽ ബി ഗിവൺ ടു ദ എങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ടാവും? ഈ ക്യാരിയർ 4ലേക്ക് കൊടുക്കുന്നുണ്ടാവും. കോംപ്ലക്സ് 4ലേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കോംപ്ലക്സ് 4 എന്താ ചെയ്യുന്നത്? കോംപ്ലക്സ് 4 ജസ്റ്റ് സീ ദാറ്റ് തിങ്. കോംപ്ലക്സ് 4 എന്താ ചെയ്യുന്നുണ്ടാവും? കോംപ്ലക്സ് 4 റിസീവ്സ് ദ ഇലക്ട്രോൺ ഫ്രം സൈറ്റോക്രോം സി. സൈറ്റോക്രോം സിയിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടുക. അപ്പോൾ സൈറ്റോക്രോം സിക്ക് എന്ത് പറ്റും? സൈറ്റോക്രോം സി ലോസസ് ഇലക്ട്രോൺ. നോക്കിക്കോട്ടോ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ, മനസ്സിലാവും. വളരെ ഇത് കൺസെപ്റ്റുവലാണ്. സൈറ്റോക്രോം സിക്ക് എന്ത് പറ്റും? സൈറ്റോക്രോം സി ലോസ് ഇലക്ട്രോൺ ലോസ് ആവും. ഇവൻ ഗെയിൻ ഇലക്ട്രോൺ ആവും. ഇലക്ട്രോൺ ലോസ് ആയി എന്ത് സംഭവിക്കും? ദിസ് വിൽ ബി ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. സൈറ്റോക്രോം സി ഓക്സിഡൈസ്ഡ് ആവും, ഓക്സിഡേഷൻ സംഭവിക്കും. അതുകൊണ്ട് കോംപ്ലക്സ് 4ൻ്റെ പേരെന്താണെന്നറിയോ? കോംപ്ലക്സ് 4ൻ്റെ പേര് അത് തന്നെയാണ്. കോംപ്ലക്സ് 4 ഈസ് നോൺ ആസ് വാട്ട്? സൈറ്റോക്രോം സി ഓക്സിഡൈസ്. അതിൻ്റെ പേരാണ് സൈറ്റോക്രോം സി ഓക്സിഡൈസ് എന്നാണ് അതിൻ്റെ പേര്. എങ്ങനെ സൈറ്റോക്രോം സി എന്ന് ഓക്സിഡേഷന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈറ്റോക്രോം സിന്നുള്ളിൽ നിന്ന് ഇലക്ട്രോൺ ഇവൻ വാങ്ങിയെടുത്തു. അപ്പോൾ സീൻ്റെ ഇലക്ട്രോൺ പോയി അവൻ ഓക്സിഡേഷൻ സംഭവിച്ചു. സൈറ്റോക്രോം സീനെ ഓക്സിഡേഷൻ സംഭവിക്കാൻ വേണ്ടിയുള്ള ആളായിട്ടാണ് ഇവൻ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ഈസ് നോൺ ആസ് സൈറ്റോക്രോം സി ഓക്സിഡൈസ്. ദാറ്റ് ഈസ് എ കോംപ്ലക്സ് 4. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇനി കോംപ്ലക്സ് 4ൽ എത്തിയ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് 4 ഇലക്ട്രോണെ കൊണ്ടുപോകും. ഇവിടെ ഇലക്ട്രോൺ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദർ ഈസ് ആൻ ഇലക്ട്രോൺ നെഗറ്റീവ്, അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളിൽ ഒരാളായിട്ടുള്ള ഓക്സിജൻ എത്തും. ദിസ് ഈസ് ദ റോൾ ഓഫ് ഓക്സിജൻ. ഈ ഓക്സിജൻ വിൽ accept this electron. Oxygen will combine with this electron and the oxygen will be forming the water here. So this is the purpose of the oxygen. Just ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ നമ്മൾ എന്തിനാ ബ്രീത്ത് ചെയ്തിട്ട് ഓക്സിജനെ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്സിജനെ കൊണ്ടുപോകുന്നത് ഈ കോംപ്ലക്സ് 1ൽ നിന്നും ഈ കോംപ്ലക്സ് 2ൽ നിന്നും വരുന്ന ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്സിജനെ കൊണ്ടുപോകുന്നത്. സപ്പോസ് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഞാൻ നിങ്ങളുടെ മൂക്ക് അടച്ചു പിടിക്കാമെന്ന് വിചാരിക്കുക. ഐ എം ജസ്റ്റ് റീഡിങ് ലൈക്ക് മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കുക. മൂക്ക് അടച്ചു പിടിച്ചാൽ എന്ത് സംഭവിക്കും? മൂക്ക് അടച്ചു പിടിച്ചാൽ നിങ്ങളുടെ ബോഡിയിലേക്ക് ഓക്സിജൻ കയറുന്നില്ല. വായിക്കൂടി ബ്രീത്ത് ചെയ്യാം. മൂക്കും വായും അടച്ചു പിടിച്ചു കേട്ടോ. മൂക്കും വായും അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഇവിടുന്ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ ഇലക്ട്രോണൊക്കെ ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ആയി കിടക്കും. സോ ദർ വിൽ ബി എ ട്രാഫിക് ജാം ഓഫ് ഇലക്ട്രോണിൻ്റെ ട്രാഫിക് ജാം ഉണ്ടാവും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വർക്ക് ചെയ്യില്ല. ദർ ഈസ് നോ ATP പ്രൊഡക്ഷൻ. അവിടെ സാധനം നടക്കുന്നുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കണേ. വേറെ കൺഫ്യൂഷൻസോ വേറെ സാധനങ്ങളോ ഒന്നും വെച്ചിരിക്കരുത്. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി ഒക്കറിങ്. മനസ്സിലാവുന്നുണ്ടോ? വേറെ കൺഫ്യൂഷൻസോ സാധനങ്ങളോ ഒരു സാധനവും വെക്കരുത്. ദിസ് ഈസ് ഹൗ ദിസ് വിൽ ബി ഒക്കറിങ്. ദിസ് ഈസ് ഹൗ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വിൽ ബി ഒക്കറിങ്. സോ ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ
ഇത് എൻ സി ആർ ടിയിലുള്ള ഡയഗ്രം ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് എൻ സി ആർ ടിയിലെ ഡയഗ്രം ഇത് അവിടെ നോക്കിക്കോ. എൻ സി ആർ ടിയിലെ ഡയഗ്രം ഞാനിപ്പോൾ വരച്ച ഡയഗ്രത്തിൻ്റെ നേരെ ഇങ്ങനെ ഞാനിങ്ങനെ വരച്ച സാധനത്തിന് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് എൻ സി ആർ ടിയുടെ ഡയഗ്രം. യു ക്യാൻ സീ ദാറ്റ് തിങ്. ഈ നടുവിൽ കാണുന്ന ഈ ഒരു സ്കൈ ബ്ലൂ കളറിൽ വരച്ച സാധനം, വാട്ട് ഈസ് ദാറ്റ് തിങ്? ദാറ്റ് ഈസ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് വരച്ചിട്ടുള്ള സാധനം ദിസ് ഈസ് ദ മാട്രിക്സ്. മാട്രിക്സിലാണ് എന്ത് നടക്കുന്നുണ്ടാവുക? ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ടാവുക. അവിടെ എന്തൊക്കെ ഉണ്ടാവും? കുറേ NADH ഉണ്ടാവും. യു ക്യാൻ സീ ദാറ്റ് തിങ്. ദർ ഈസ് കുറേ NADH ഉണ്ടാവും. ആൻഡ് ദർ ഈസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ സംഗതികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് ദ ഇൻ്റർ മെംബ്രെയിൻ സ്പേസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നാമത്തെ കോംപ്ലക്സ് 1 വരച്ചിട്ടുണ്ട്. ഇത് കോംപ്ലക്സ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് FMN ഉണ്ട്, ഫ്ലാവിൻ മോണോ ന്യൂക്ലിയോട്ടൈഡ് എന്നാണ് FMൻ്റെ ഫുൾ ഫോം. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നോക്കട്ടോ. അതുപോലെ തന്നെ അയൺ സൾഫർ കോംപ്ലക്സുകളുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ അവനവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ NADHനെ NAD ആക്കി മാറ്റുന്നുണ്ടാവും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് NADH ഡീഹൈഡ്രോജനേസ് എന്ന് വിളിക്കും. അവിടെ നിന്ന് 2 ഇലക്ട്രോണുകൾ കിട്ടും. 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ നിന്ന് നോക്ക് ഈ ഇലക്ട്രോണുകൾ എങ്ങോട്ടാണ് വരുന്നത്? ദിസ് ഇലക്ട്രോൺ ഇങ്ങനെ വന്നിട്ട് ദാറ്റ് വിൽ ബി റീച്ചിങ് ദ യുബിക്വിനോൺ, UQ എത്തും. UQ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ മെംബ്രെയിൻ്റെ ഇൻസൈഡിലാണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ്, UQ വിൽ ബി കൺവേർട്ടഡ് ടു UQH2 ദാറ്റ് ഈസ് യുബിക്വിനോൾ ആയിട്ട് മാറുന്നുണ്ടാവും. ആൻഡ് ദിസ് യുബിക്വിനോൾ വിൽ ബി ഡെലിവറിങ് ദിസ് ഇലക്ട്രോൺ ടു കോംപ്ലക്സ് 3. കണ്ടോ, കോംപ്ലക്സ് 1ൽ നിന്ന് ഇലക്ട്രോൺ നേരെ മുന്നോട്ട് പോകുന്നത് കോംപ്ലക്സ് 3ലേക്കാണ്, കോംപ്ലക്സ് 2ലേക്ക് അല്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കോംപ്ലക്സ് 2. ആൻഡ് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ എനർജി ഉപയോഗിച്ചിട്ട് യു ക്യാൻ സി H+ അയോണുകളെ കോംപ്ലക്സ് 1 പമ്പ് ചെയ്യുന്നുണ്ട്. എത്ര H+നെ പമ്പ് ചെയ്യും? 4 H+നെ പമ്പ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് 1 ഈസ് പമ്പിങ് 4 H+നെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇനി നോക്കിക്കോ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ കോംപ്ലക്സ് 2ൻ്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ്. നമ്മൾ പറഞ്ഞു സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ്. ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് വാട്ട്? ക്രബ് സൈക്കിളിൻ്റെ റിയാക്ഷനാണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ FAD ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമുക്കറിയാൻ പറ്റും FADH2നെ FAD ആക്കുന്നുണ്ട്. അവിടെ നിന്ന് എന്തുണ്ടാവുന്നത്? ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ട്. അവിടെയും അയൺ സൾഫർ കോംപ്ലക്സിനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അവിടെ നിന്ന് റിസീവ് ചെയ്യുന്നത് വീണ്ടും യുബിക്വിനോൺ ആണ്. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു യുബിക്വിനോൾ. ആ ഇലക്ട്രോൺ വിൽ ബി റീച്ചിങ് ദ കോംപ്ലക്സ് 3. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കോംപ്ലക്സ് 1ൽ നിന്നും ഇലക്ട്രോൺസ് എത്തുന്നത് കോംപ്ലക്സ് 3ലാണ്. കോംപ്ലക്സ് 2ൽ നിന്നും ഇലക്ട്രോൺസ് എത്തുന്നത് കോംപ്ലക്സ് 3ലേക്കാണ്. അപ്പോൾ 1ഉം 2ഉം എങ്ങോട്ടേക്ക് കൊടുക്കും? കോംപ്ലക്സ് 3ലേക്ക് സാധനം കൊടുക്കുന്നുണ്ടാവും. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ് ഹിയർ. ഇവിടെ ഈ കോംപ്ലക്സ് 2 കണ്ടോ, നിങ്ങൾ വരയ്ക്കുന്ന ഈ കോംപ്ലക്സ് 2 കണ്ടോ? കോംപ്ലക്സ് 2 ഹൈഡ്രജൻ അയോണുകളെ പമ്പ് ചെയ്യുന്നില്ല. ഒരു കോംപ്ലക്സ്, അതായത് 1 2 3 4 4 കോംപ്ലക്സുകളുണ്ട്. അതിൽ കോംപ്ലക്സ് 2 നടുവിലുള്ള രണ്ടാമത്തെ കോംപ്ലക്സ് ഒരു ഹൈഡ്രജൻ അയോണിനെ പോലും പമ്പ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രോട്ടോൺ പമ്പ്. ഒരു ഹൈഡ്രജൻ പമ്പായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആരാ ഹൈഡ്രജൻ പമ്പായിട്ട് വർക്ക് ചെയ്യുന്നത്? 1 ഹൈഡ്രജൻ പമ്പാണ്. യു ക്യാൻ സീ ദാറ്റ് തിങ്. അതുപോലെ തന്നെ യു ക്യാൻ സീ ദ 3 ഹൈഡ്രജൻ പമ്പാണ്, 4 ഹൈഡ്രജൻ പമ്പാണ്. കോംപ്ലക്സ് 2 ഈസ് നോട്ട് എ ഹൈഡ്രജൻ പമ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാധനം നോക്കുന്നുണ്ടാവുക. ഇവിടെ കണ്ടോ കേട്ടോ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടെ നോക്ക്. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോംപ്ലക്സ് 3ൻ്റെ ഉള്ളിൽ യു ക്യാൻ സീ സൈറ്റോക്രോം B കാണാൻ പറ്റും, സൈറ്റോക്രോം C1 കാണാൻ പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് BC1 കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇവിടെ കാണും സൈറ്റോക്രോം BC1. കണ്ടോ കോംപ്ലക്സിൻ്റെ പേരുണ്ടോ? സൈറ്റോക്രോം BC1 എന്ന് പറഞ്ഞ സാധനം. അവിടെ നിന്നും 4 ഹൈഡ്രോജൻസിനെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യും, ഈ ഇലക്ട്രോൺസിനെ. ഇനി ഇവിടെ നോക്ക്, ഈ 3ൽ നിന്ന് ആരാണ് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാൻ നോക്ക്? ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്നത് ദർ ഈസ് സംതിങ് ദാറ്റ് ഈസ് നോൺ ആസ് സൈറ്റോക്രോം C എന്ന് പറയുന്ന ആളാണ്. ദിസ് ഈസ് എ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആണ് ഇവൻ ഉണ്ടാവുക. ഇവൻ എന്ത് ചെയ്യും? ഇവൻ അവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസിലാണ് ആരുള്ളത്? സൈറ്റോക്രോം C ഉള്ളത്. സോ ഈ ആൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യും. സി ഈസ് ലൈക്ക് എ ടാക്സി. ഇവൻ ഒരു കാറ് പോലെയാണ്. ഇവൻ ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊണ്ടുവരും. ആൻഡ് ദിസ് സൈറ്റോക്രോം C വിത്ത് ഇലക്ട്രോൺ വിൽ ബി റീച്ചിങ് ടു ദ കോംപ്ലക്സ് നമ്പർ 4. കോംപ്ലക്സ് നമ്പർ 4ലേക്ക് എത്തിക്കഴിയുമ്പോൾ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ, എവിടെ ഇരുന്ന ഇലക്ട്രോൺ? നമ്മുടെ സൈറ്റോക്രോം Cയുടെ കയ്യിലിരുന്ന ഇലക്ട്രോൺ വിൽ ബി ഗിവൺ ടു എങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ടാവും? കോപ്പർ കണ്ടെയ്നിങ് ആണ് കോംപ്ലക്സ് 4, അതിലേക്ക് കൊടുക്കുന്നുണ്ടാവും. സോ ഇവിടെ കാണാൻ പറ്റും സൈറ്റോക്രോം A3 ആണ് ഇവിടെ ഉണ്ടാവുക. ദിസ് ഈസ് സൈറ്റോക്രോം A3. നോക്ക് കേട്ടോ, BC1 CA3 അതാണ് അതിൻ്റെ ഓർഡർ വരിക. BC1 CA3 ഞാൻ പഠിപ്പിച്ചു തരാം. സോ അതിലേക്കാണ് വരുന്നുണ്ടാവുക. അപ്പോൾ സൈറ്റോക്രോം Cൻ്റെ കയ്യിൽ നിന്നുള്ള ഇലക്ട്രോൺ ഇവൻ വാങ്ങിയതുകൊണ്ട് ഇവൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇവൻ സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നാണ് ഇവൻ്റെ പേര്. കണ്ടോ, സൈറ്റോക്രോം Cനെ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. എങ്ങനെ? സൈറ്റോക്രോം Cയുടെ കയ്യിലുള്ള ഇലക്ട്രോൺ എങ്ങ് വാങ്ങി. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ എന്തായിട്ട് മാറും? റെഡ്യൂസ് ചെയ്യും. ഇലക്ട്രോൺ കൊടുത്ത ആൾ എന്തായിട്ട് മാറും? ഓക്സിഡൈസ് ചെയ്യും. സോ ഹീ ഈസ് നോൺ ആസ് വാട്ട്? സൈറ്റോക്രോം C ഓക്സിഡൈസ്. ആൻഡ് ഇവൻ പമ്പ് ചെയ്യുന്നത് 2 ഹൈഡ്രജനെയാണ് ഉള്ളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടാവുക. 2 ഹൈഡ്രജനെയാണ് ഇവൻ പമ്പ് ചെയ്യുന്നുണ്ടാവുക. സോ നോക്ക്, ഓരോ തവണയും ഉള്ളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ നോക്ക്, ലെറ്റ് us
കൺക്ലൂഡ്. ഇതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്ത് വരികയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇത് അവിടെ നോക്ക്, ഒന്നാമത് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ്. കോംപ്ലക്സ് നമ്പർ 1. അതുപോലെ തന്നെ അടുത്ത കോംപ്ലക്സ് വരുന്നത് സെക്കൻഡ് കോംപ്ലക്സ് ഈസ് കോംപ്ലക്സ് നമ്പർ 3. അടുത്ത കോംപ്ലക്സ് വരുന്നത് ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പർ 2 ആൻഡ് നെക്സ്റ്റ് കോംപ്ലക്സ് വരുന്നത് കോംപ്ലക്സ് നമ്പർ 4. ഇങ്ങനെയാണ് ഈ കോംപ്ലക്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉള്ളത്. നോക്കുക, NCERT പടത്തിൽ നോക്കിയാൽ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ്. കോംപ്ലക്സ് നമ്പർ 1ലേക്ക് വരുന്നത് NADH ആണ് വരുന്നത്. ഈ വിൽ ബി കൺവേർട്ടഡ് ടു NAD ആൻഡ് ഈ ഇലക്ട്രോണിനെ വെച്ചിട്ട് ഹി വിൽ ബി പമ്പിങ് 4 ഹൈഡ്രജൻ ആറ്റങ്ങളെ അല്ലെങ്കിൽ 4 പ്രോട്ടോണുകളെ മേളിലേക്ക്, 4 ഹൈഡ്രജൻ അയോണുകളെ മേളിലേക്ക്, അതായത് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് ഇവൻ പമ്പ് ചെയ്യുന്നുണ്ടാവും 4 ഹൈഡ്രജൻ. ഇനി കോംപ്ലക്സ് 3 ആൻഡ് ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ആര് കൊണ്ടുപോകും? ഇവിടെ നിന്നുള്ള ഇലക്ട്രോണെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് there is something that is known as ubiquinone. Ubiquinone will be converted to ubiquinol and this electron will be reaching the complex 3. കോംപ്ലക്സ് 3ലേക്ക് എത്തുമ്പോൾ 1ൽ നിന്ന് കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോണെ കൊണ്ടുപോകുന്ന ആൾ യുബിക്വിനോൺ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് യുബിക്വിനോൺ ഉള്ളത്, പുറത്തുമല്ല അകത്തുമല്ല, മെംബ്രെയിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇനി കോംപ്ലക്സ് നമ്പർ 2 എന്താ സംഭവിക്കുക? കോംപ്ലക്സ് നമ്പർ 2 എന്താ സംഭവിക്കാന്ന് വെച്ചാൽ യു നോ ദാറ്റ് തിങ്, ഇവിടെ സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. സക്സിനേറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഫ്യൂമറേറ്റ് ആസ് എ പാർട്ട് ഓഫ് ക്രബ് സൈക്കിൾ. അവിടെ നടക്കുന്നത് FADH ആണ് ഇവിടെ വരുന്നുണ്ടാവുക. FADHൽ നിന്ന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോംപ്ലക്സ് നമ്പർ 2 ഇല്ലേ, ദിസ് ഈസ് നോട്ട് എ പമ്പ്. ഇവൻ എന്ത് ചെയ്യുന്നില്ല, ഇവൻ നോട്ട് പമ്പിങ് എനി ഹൈഡ്രജനെ പമ്പ് ചെയ്യുന്നില്ല, ഇവൻ വരെ ഇലക്ട്രോണിനെ കൊടുക്കുക മാത്രമേ ഉള്ളൂ. ദിസ് ഇലക്ട്രോൺ ഓൾസോ യുബിക്വിനോൺ എടുത്ത് യുബിക്വിനോളായി കോംപ്ലക്സ് നമ്പർ 3ലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ടാവും. സോ സെയിം പ്രോസസ് ആണ് നടക്കുന്നുണ്ടാവുക. കോംപ്ലക്സ് നമ്പർ 2 ഈസ് നോട്ട് പമ്പിങ് എനി ഇലക്ട്രോൺസ്, എനി പ്രോട്ടോൺസ്. ഒരു ഹൈഡ്രജനെ മേളിലേക്ക് പമ്പ് ചെയ്യുന്നില്ല, അതൊരു പമ്പല്ല. പമ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? 1 പമ്പാണ്, 3 പമ്പാണ്, 4 പമ്പാണ്. പക്ഷേ 2 ഈസ് നോട്ട് എ പമ്പ്. ഉറപ്പാണല്ലോ അല്ലേ? അപ്പോൾ FADH ഇനീഷ്യലി 2ൽ നിന്നൊന്നും പമ്പ് ചെയ്യുന്നില്ല. ഇതിവിടെ എത്തിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ 3 എന്ത് ചെയ്യും? കോംപ്ലക്സ് നമ്പർ 3 എനർജി ഉപയോഗിച്ചിട്ട് ഇറ്റ് വിൽ ഓൾസോ പമ്പ് 4 പ്രോട്ടോൺസ് ഇൻ ടു ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി കോംപ്ലക്സ് നമ്പർ 3ൽ നിന്ന് ഇലക്ട്രോണിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി ഉണ്ട്. ടാക്സിയുടെ പേര് സൈറ്റോക്രോം C എന്നാണ്. സൈറ്റോക്രോം C ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങോട്ടേക്ക് എത്തും, കോംപ്ലക്സ് നമ്പർ 4ലേക്ക്. ഇതൊരു മൊബൈൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ആണ്. സോ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ്റെ പുറത്തുള്ള സർഫസിലാണ് ഇരിക്കുന്നുണ്ടാവുക. അവൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഹി വിൽ ബി റീച്ചിങ്, സൈറ്റോക്രോം C വിൽ ബി റീച്ചിങ് ഹിയർ ആൻഡ് സൈറ്റോക്രോം Cൻ്റെ മേളിലുണ്ടായിരുന്ന ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അതുകൊണ്ട് ഇവൻ്റെ പേര് സൈറ്റോക്രോം C ഓക്സിഡൈസ് എന്നാണ് ഇവൻ്റെ പേര്. ബിക്കോസ് ഹി ഈസ് ഓക്സിഡൈസിങ് സൈറ്റോക്രോം C. സൈറ്റോക്രോം Cനെ ഓക്സിഡൈസ് ചെയ്യുന്ന ആളാണ്, സൈറ്റോക്രോം Cയുടെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങിയ ആളാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നുണ്ടാവുക. അതുപയോഗിച്ചിട്ട് ഹി വിൽ പമ്പ്, എത്ര എണ്ണം പമ്പ് ചെയ്യുന്നുണ്ടാവും? ഹി വിൽ പമ്പ് 2H+ അയോൺ, 2H+ അയോണിനെ അങ്ങോട്ടേക്ക് പമ്പ് ചെയ്യുന്നുണ്ടാവും അവൻ. ഇനി ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്, ഇവിടെ ഒരു ATP ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് 4 H+ ആവശ്യമുണ്ട്. 4 H+ ഉണ്ടെങ്കിലാണ് ഒരു ATP ഫോം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, NADH എത്ര H+ പമ്പ് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് തിങ്ക് അബൌട്ട് NADH എത്ര H+ പമ്പ് ചെയ്യുന്നുണ്ട്? NADH ആദ്യം ഈ ഒന്നാമത്തെ കോംപ്ലക്സിനുള്ള ഈ 4 പമ്പ് ചെയ്യും, പിന്നെ 3ൽ നിന്ന് ഈ 4 പമ്പ് ചെയ്യും, ഇവിടെ നിന്ന് ഈ 2 പമ്പ് ചെയ്യും. ടോട്ടലി NADH പമ്പ് ചെയ്യുന്നത് ആക്ച്വലി എത്ര H+നാണ്? 10 H+നെ പമ്പ് ചെയ്യും. FADH എത്ര എണ്ണത്തിന് പമ്പ് ചെയ്യും നോക്കിയാൽ നോക്കണം, 4, 2 10 H+ന് പമ്പ് ചെയ്യും NADH. FADH എത്ര പമ്പ് ചെയ്യും? FADH ഇനീഷ്യലി വരുന്നത് കോംപ്ലക്സ് 2ലാണ്. കോംപ്ലക്സ് 2 ഈസ് നോട്ട് എ പമ്പ്. പിന്നെ FADH എന്നുള്ള ഇലക്ട്രോൺ കോംപ്ലക്സ് 3ലെത്തും, അപ്പോൾ അവിടെ നിന്ന് 4 എണ്ണത്തിന് പമ്പ് ചെയ്യും. ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ പിന്നെ കോംപ്ലക്സ് 4ലെത്തും, ഇവിടുന്ന് 2 എണ്ണത്തിന് പമ്പ് ചെയ്യും. സോ ടോട്ടലി ഇവൻ 6 H+നെയാണ് പമ്പ് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും NADHൽ നിന്ന് 10 H+ ഉള്ളതുകൊണ്ട് 2.5 ATP ആണ് കിട്ടുക. പക്ഷേ NCERT പറയുന്നത് ഇക്വേറ്റ് ചെയ്തിട്ട് 3 ATP എന്ന് NCERT പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ നോക്കിയെടുത്താൽ മതി. പക്ഷേ ഇവിടെ ആക്ച്വലി കിട്ടുക 2.5 ATP ആണ് കിട്ടുക. ഇവിടെ 6 ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 1.5 ATP ആണ് ആക്ച്വലി കിട്ടുള്ളൂ. NCERT ഈസ് ടെല്ലിംഗ് ഇറ്റ് ഈസ് 2 ATP, 2 ATP എന്ന് NCERT പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് 2 ATP എന്ന് എടുക്കാൻ പറ്റും. ദിസ് ഈസ് ഹൗ NADHൽ നിന്ന് 3ഉം FADHൽ നിന്ന് എങ്ങനെ 2ഉം കിട്ടിയെന്ന് വെച്ചാൽ FADH കോംപ്ലക്സ് 2ലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് 4 എണ്ണം പമ്പ് ചെയ്യാനുള്ള എബിലിറ്റി അവന് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി ഒക്കറിങ്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ദ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് എന്ത് വരുന്നുണ്ടാവും? ദർ വിൽ ബി ലോട്ട് ഓഫ് H+ ഇൻ ദ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഡ്യൂ ടു ദ ആക്ടിവിറ്റി ഓഫ് ദി സാധനങ്ങൾ. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 4ാമത്തെ സ്ഥലത്ത് നിന്ന് ആര് വരുന്നുണ്ടാവും? ദർ വിൽ ബി ദ ഓക്സിജൻ വിൽ ബി കമ്മിങ്. ദ ഫൈനലി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട് ഓക്സിജൻ വിൽ ബി കമ്മിങ്. ഓക്സിജൻ ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത ഓക്സിജൻ half O2 പ്ലസ് ഇലക്ട്രോൺ പ്ലസ് 2H+. ഇത് കൂട്ടിച്ചേർന്നിട്ട് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു H2O, വെള്ളമായിട്ട് മാറുന്നുണ്ടാവും. വൈ ദ ഓക്സിജൻ ഈസ് അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺ? ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ നെഗറ്റീവ്, വെരി
ഇലക്ട്രോണെഗറ്റീവ്. നമുക്കറിയാം അല്ലേ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നോഫ് അല്ലേ, ഇവന്മാർ 3 ആൾക്കാരാണ് ഏറ്റവും ഇലക്ട്രോണെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അതിൽ നിന്നുള്ള ഒരാളാണ് ഓക്സിജൻ ഉള്ളത്. നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന ഓക്സിജൻ ഈ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ട് കോംപ്ലക്സ് 4ൽ നിന്നുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവുക. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. വളരെ ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ കുറേ H+ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അച്ചീവ് ചെയ്യുന്നുണ്ടാവും. H+നെ ഉള്ളിലേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു തുളയിടും. തുളയുടെ പേര് F0 എന്നാണ്. അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാൻ വെക്കുന്നുണ്ടാവും, ഒരു ടർബൈൻ വെക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് F1 എന്നാണ്. അപ്പോൾ F0ൻ്റെ ഉള്ളിൽ കൂടി എന്ത് സംഭവിക്കും, ഈ H+ അയോൺസ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, F0ൻ്റെ ഉള്ളിൽ കൂടി എന്ത് കിടക്കുന്നുണ്ടാവും, ദിസ് H+ അയോൺസ് വിൽ ബി പാസ്ഡ് ത്രൂ ദ ഈ F0ൻ്റെ ഉള്ളിൽ കൂടി ആൻഡ് ദാറ്റ് വിൽ റൊട്ടേറ്റ് ദ F1 പോർഷൻ. സോ ആ റൊട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ്, ദർ വിൽ ബി ആ ഒരു എനർജി ഉപയോഗിച്ചിട്ട് ദാറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ADPൻ്റെ മേളിലേക്ക് ഒരു ഫോസ്ഫേറ്റിനെയും കൂടി ആഡ് ചെയ്തിട്ട് ദാറ്റ് വിൽ ബി മേക്കിംഗ് ATP ആക്കി മാറ്റുന്നുണ്ടാവും. സോ മക്കളെ, ഐ വിൽ ബി ജസ്റ്റ് ടെല്ലിങ് യു ലൈക്ക് ഡോണ്ട് ജസ്റ്റ് മഗ്ഗപ്പ്, ഡോണ്ട് ജസ്റ്റ് മഗ്ഗപ്പ്. ഇത് എനിക്കറിയാം, കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ മക്കളും മഗ്ഗപ്പ് ചെയ്യുന്ന സാധനമാണ്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ദർ ഈസ് കൺസെപ്റ്റ്സ് ഇൻസൈഡ് ദിസ് തിങ്. സോ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദിസ് ഈസ് എ സോ ഫൈൻ ആയിട്ടുള്ള, ഏറ്റവും വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടാവുക. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ? ഇവിടെ നോക്കിക്കോ, ദ ഓക്സിഡേഷൻ നോക്ക്, ഒന്നാമത്തതിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, പിന്നെ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. സോ യു ക്യാൻ സീ ദാറ്റ് തിങ്, ഇവിടെ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്, ഇവിടെ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്, ഇവിടെ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. സോ ഫൈനലി ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് തിങ്, ഇവിടെ ADPയുടെ മേളിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാണ്. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്, ഫോസ്ഫോറൈലേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ഫോസ്ഫോറൈലേഷൻ, ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നതിനെ. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്. സോ ഈ സാധനം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്, ഈ പടം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഈ സാധനങ്ങൾ അറിയുകയാണെങ്കിൽ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എവറി ഫൈൻ ലിറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഭാഗം NCERT വായിച്ച് നോക്കുക. വേറൊരു ക്ലാസ്സിൽ കോമ്പി ക്ലാസ് റൂം ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള NCERT നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്ത് തരാൻ പറ്റും, കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി പറ്റും. ഐ വിൽ ഡൂ ദാറ്റ് ഫോർ യു. ഓക്കെ, വേറെ കൺഫ്യൂഷനോ വേറെ സാധനങ്ങളോ ഒന്നും വെക്കണ്ട. ഈ ഒരു സാധനം ഞാൻ അത്രയും മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ ഒരു സാധനം ഇത്രയും വെടിപ്പിൽ, എത്രയും സാധനത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കുക. വെരി വെരി നൈസ് ചാപ്റ്റർ, അത്രേ പറയാനുള്ളൂ. ഭയങ്കര നൈസായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രൂപത്തിൽ മാത്രം അത്രയും വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. സോ ദർ വാസ് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അവിടെ ബാക്കിയുണ്ടായിരുന്നു. വിൽ ഡൂ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ദ ഓവറോൾ ഗോൾ ഓഫ് ഗ്ലൈക്കോളിസിസ് നോക്ക് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നോക്ക്. ഈ ഓവറോൾ ഗോൾ ഓഫ് ഗ്ലൈക്കോളിസിസ്, ക്രബ് സൈക്കിൾ ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇസ് ദ ഫോർമേഷൻ ഓഫ്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ATP ഇൻ സ്മോൾ സ്റ്റെപ്പ് വൈസ് യൂണിറ്റ്, ATP ഇൻ 1 ലാർജ് ഓക്സിഡേഷൻ റിയാക്ഷൻ, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്. ഒറ്റയടിക്ക് ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്? അല്ല, സ്മോൾ സ്റ്റെപ്പ് വൈസ് യൂണിറ്റിൽ ATP ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഉണ്ടാവുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ക്രബ് സൈക്കിൾ GTP ഈസ് ഫോംഡ് ഇൻ. GTP എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാവുന്നുണ്ട് ക്രബ് സൈക്കിളിനകത്ത്. GTPക്ക് ഈ പറയുന്ന എന്ത് വേണ്ട, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വേണ്ട. യു നോ ദാറ്റ് തിങ്, ഇറ്റ് ഈസ് ഗ്വാനിൻ അല്ലേ, ഗ്വാനിൻ ട്രൈ ഫോസ്ഫേറ്റ് അല്ലേ, യു നോ ദാറ്റ് തിങ്. ഗ്വാനിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ആളാണ് അഡനിൻ എന്നുള്ള സാധനം. ഇവിടെ ഈ ഗ്വാനിനെ ഡയറക്ട്ലി റീപ്ലേസ് ചെയ്തിട്ട് അഡനിൻ ആക്കിയിട്ട് ATP ആക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് GTP അല്ലേ ഉണ്ടായത്, അതുകൊണ്ടാണ് പറയുന്നുണ്ടാവുക. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കോട്ടെ. ക്വസ്റ്റ്യൻസ് വിൽ ബി മോർ അണ്ടർസ്റ്റാൻഡിംഗ് നൗ. Glycolysis is found in cytoplasm virtually of all type of aerobic or anaerobic cells. In the process, glucose is converted into. Glycolysis glucose will be converted into pyruvic acid. Pyruvic acid ആയിട്ടാണ് glycolysis കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഗ്ലൈക്കോളിസിസ് ഫേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഈസ്. അതായത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. യു നോ ദാറ്റ് തിങ്. അവിടെ ഗ്ലൂക്കോസിൽ നിന്നുള്ള എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ റിമൂവ് ചെയ്യും, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതിന് ഓക്സിഡേഷൻ എന്നും കാർബൺ റിമൂവ് ചെയ്യുന്ന ഡീകാർബോക്സിലേഷൻ എന്നും വിളിക്കും. ദാറ്റ് വിൽ അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, സെൽ റെസ്പിറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ. ആരാ ചെയ്യുന്നുണ്ടാവുക, മൈറ്റോകോൺഡ്രിയ. യു നോ ദാറ്റ് തിങ്. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ, മാട്രിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് വരുന്നുണ്ടാവുക. 15ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ് ക്യാൻ ഗെറ്റ് അലോങ് വിത്തൗട്ട് റെസ്പിറേറ്ററി ഓർഗൻ ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് എക്സ്പെക്ട്. പ്ലാന്റ്സിന് പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഓർഗനുകളൊന്നുമില്ല. NCERT പറയുന്നുണ്ട്
പറയുന്നുണ്ട് ഡു പ്ലാന്റ്സ് ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്, വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നീഡ്സ്. ഇത് NCERT പറയുന്ന ഡയലോഗാണ്. പ്ലാന്റ്സ് ഡു നോട്ട് പ്രസന്റ് ഗ്രേറ്റ് ഡിമാൻഡ്സ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. അങ്ങനെയല്ല പറയുക, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നാണ് NCERT പറഞ്ഞിട്ടുള്ളത്. ഗ്യാസ് ഡിഫ്യൂഷൻ ഇൻ പ്ലാന്റ്സ് ഒക്കെ ഈസിലി ഓവർ ലോങ് ഡിസ്റ്റൻസ് പ്ലാന്റ്സ്. നടക്കാറില്ല, ഒരു സ്ഥലത്ത് കിട്ടുന്ന ഗ്യാസിന് അപ്പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്ലാന്റ്സിന് പറ്റില്ല. ഈച്ച് ലിവിംഗ് സെൽ ഇൻ എ പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ക്വൈറ്റ് ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദ പ്ലാന്റ്. ഇത് ശരിയാണ്, പക്ഷേ ഇതിൻ്റെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും. ഇനി 17ാമത്തെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ്. പ്രൈമറി പർപ്പസ് ഓഫ് ഫെർമെൻറ്റേഷൻ നടക്കും, അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോർ ATP സിന്തസിസ്, ഓക്സിഡൈസ് ഗ്ലൂക്കോസ് റിഡക്ഷൻ ഓഫ് ഇലക്ട്രോൺ, റീജനറേറ്റ് NAD ഫ്രം NADH allowing the glycolysis to continue. എന്ത് നടക്കുന്നുണ്ടാവുക ഇതിനകത്ത് നടക്കുന്നത്? പ്രൈമറി പർപ്പസ് ഓഫ് ഫെർമെൻറ്റേഷൻ എന്തിനു വേണ്ടി നടക്കുന്നുണ്ടാവുക പറഞ്ഞോ? ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. സോ ബേസിക്കലി നടക്കുന്നുണ്ടാവുക വെച്ചാൽ ATP ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നുണ്ടാവുക. സോ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. എനർജി റിലീസിംഗ് മെറ്റബോളിക് പ്രോസസ് ഇൻ വിച്ച് സബ്സ്ട്രേറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ. അതായത് എനർജി റിലീസിംഗ് മെറ്റബോളിക് പ്രോസസ് ഇൻ വിച്ച് സബ്സ്ട്രേറ്റ് ഈസ് ഓക്സിഡൈസ്ഡ്. സബ്സ്ട്രേറ്റ് ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട് വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇല്ലാതെ നടക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുക. എന്താ അതിൻ്റെ ആൻസർ എന്താ വരുന്നുണ്ടാവും മക്കളെ? പ്രത്യേക സാധനം ഇല്ലെങ്കിൽ വി വിൽ ബി കോളിംഗ് ലൈക്ക് ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഫെർമെൻറ്റേഷൻ. ബിക്കോസ് ബാക്കി എല്ലാ സാധനങ്ങളിലും എന്ത് വേണമെന്നുണ്ടാവും, പുറത്തുനിന്ന് ഓക്സിജൻ വേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. 19ാമത്തെ സ്ഥാനത്തിൽ വരുന്നുണ്ടാവുക പ്രോസസ് ഇൻ ബൈ വിച്ച് ദ ATP is produced in the inner membrane of mitochondrion. The electron transport system transfers protons from the inner compartment to the outer. As the proton flow back to the inner compartment, the energy of the movement is used to add the phosphate to ADP, forming ATP. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുക. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട് കെമി ഓസ്മോസിസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് എന്നാണ് വിളിക്കുക. നമ്മുടെ ഇതിൻ്റെ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ നിന്ന് H+ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു ഓസ്മോട്ടിക് ഗ്രേഡിയൻറ്റ് വഴിയിട്ടാണ് ഈ സാധനം നടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ, കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തിസിസ്. ഇനി 20ാം സാധനം, ദ പ്ലാന്റ്സ് ഡു നോട്ട് ബ്രീത്ത് ക്യാൻ ബി ജസ്റ്റിഫൈഡ് എക്സെപ്റ്റ്. നമുക്കറിയാൻ പറ്റും പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് സോഫിസ്റ്റിക്കേറ്റഡ് ഓർഗൻസ് ഫോർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഇത് ശരിയാണ്, പക്ഷേ ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നീഡ്സ്. ഇത് ശരിയാണ്. ആൻഡ് ദർ ഈസ് എ ഹ്യൂജ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ഫ്രം വൺ പ്ലാന്റ് പാർട്ട് ടു അനദർ. അത് തെറ്റാണ്. റൂട്ട് സ്റ്റെംസ് ആൻഡ് ലീവ്സ് റെസ്പയർ അറ്റ് ദ റേറ്റ് ഓഫ് ലോവർ ദാൻ ദ അനിമൽസ് ടു. ഇതും ശരിയാണ്. ഇവിടെ എന്താ പറയുക, പ്ലാന്റ്സ് ഡു നോട്ട് ബ്രീത്ത് ക്യാൻ ബി ജസ്റ്റിഫൈഡ്. ഈ 3 സാധനങ്ങളും ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പോൾ ദ തേർഡ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇതായിരിക്കും സാധനം ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ. ഐ എം ജസ്റ്റ് ടെല്ലിങ് ലൈക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ടേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഒരു പോക്കറ്റ് ഡയറി എടുക്കുക. പോക്കറ്റ് ഡയറി എടുത്തിട്ട് അതിനകത്ത് ഗ്ലൈക്കോളിസിസ് എന്നുള്ള കാര്യം നോക്കുക. NCERT പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം. NCERT എത്ര എൻസൈമുകളുടെ പേര് പറയുന്നുണ്ടെന്നറിയോ? വളരെ കുറച്ച് എൻസൈമുകളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആ ഒരു സാധനം മാത്രം എഴുതി വെക്കുക. ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് മാത്രം എഴുതി വെക്കുക. അതുപോലെ തന്നെ ക്രബ് സൈക്കിൾ എന്നുള്ള സാധനം നോക്കുക. NCERT സാധനങ്ങൾ മാത്രം എഴുതി വെക്കുക. ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഞാനിപ്പോൾ പറഞ്ഞ സാധനമുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം വേണം. ബിക്കോസ് NCERT പറഞ്ഞിട്ടുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് NCERT പറഞ്ഞിട്ടുണ്ട്. ആ സാധനം നോക്കണം. ഈ സാധനം നോക്കിയിട്ട് റിപ്പീറ്റഡ്ലി കാണാം. ആൻഡ് ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ കോംബി ക്ലാസ് ഫോർ ദിസ് തിങ്. അതിനകത്ത് വരുന്ന സമയത്ത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പറഞ്ഞു തരും. ആൻഡ് ഡ്യൂ ടു ഇത്രയും അധികം പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ദർ വിൽ ബി മോർ ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്മിങ് ഓൺ ദിസ് തിങ്. ഉറപ്പായിട്ടും സംഭവം വരുന്നുണ്ടാവും. സോ വി വിൽ ബി സീയിങ് ദാറ്റ്. ഓക്കെ ആണല്ലോ അല്ലേ? സോ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇഷ്ടമാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നിങ്ങളെ നേരിട്ട് കാണാം. അടുത്തത് ഹൈഡ്രോ കാർബണിൻ്റെ ഡിസ്കഷൻസ് ആണ്. അതും കൂടി പറഞ്ഞിട്ട് പോവാം. നെക്സ്റ്റ് DTSൻ്റെ എക്സാം നടക്കുന്നത് 2 days to go 9/11 നടക്കുന്നതാവുക. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടാവുക. ഓർഗാനിക് കെമിസ്ട്രി ആണ്. ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഡോപ്പയുടെ കോംബി ക്ലാസ് റൂമുകളുണ്ട്. ആ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ആൻഡ് DTS കാണുക. അത് കഴിഞ്ഞിട്ട് DTSൻ്റെ ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദാറ്റ് ഡിഫറെൻറ്റ് തിങ്സ്. ദാറ്റ് ഈസ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, സോ സീ യു ഓൺ അനദർ ലൈവ്. ദാറ്റ് ഈസ് ഓൺ എന്താ വരുന്നുണ്ടാവുക, 10ാം തീയതി ആയിരിക്കും, ഫ്രൈഡേ ആയിരിക്കും അടുത്ത ലൈവ് ഉണ്ടാവുക. അന്നത്തെ ദിവസം നിങ്ങളെ കാണാം. അതുവരേക്കും ബൈ.